നമസ്കാരം. ലോകത്തിന് ആശ്വാസമായി ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നും തിരിച്ചടിക്കുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണ വാർത്ത ഇറാൻ അതേസമയം നിഷേധിക്കുകയാണ്. ഇസ്രയേൽ ബോംബിടരുതെന്നും പൈലറ്റുമാരെ തിരിച്ചു വിളിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയതും നമ്മൾ ഇന്ന് കണ്ടു. പശ്ചിമേഷ്യ സമാധാനത്തിലേക്കോ? ഇന്ന് ഈ രാത്രിയിലോടൊപ്പം പ്രൊഫസർ ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധനാണ് അദ്ദേഹം. ഡോക്ടർ ഫസൽ ഗഫൂർ, നിരീക്ഷകൻ. ശ്രീ ഐസക് ജോൺ, ഖലീജ് ടൈംസിന്റെ എഡിറ്ററാണ് അദ്ദേഹം. ഗൾഫിൽ നിന്ന് അദ്ദേഹം പങ്കുചേരും. ഒപ്പം ശ്രീ രാജീവ് ശ്രീനിവാസനും വിദേശകാര്യ വിദഗ്ധനൻ, അദ്ദേഹവും തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം പ്രൊഫസർ ജോസഫ് ആന്റണി, നോക്കൂ, നമ്മൾ ഈ സംസാരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ ബബോൾസറിൽ സ്ഫോടന ശബ്ദം കേട്ടു, അങ്ങോട്ടേക്ക് ആംബുലൻസുകൾ കുതിക്കുകയാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ കട്സ് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത്, ഞങ്ങൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് തുടരും എന്നാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു സീസ് ഫയർ ബ്രോക്കർ ചെയ്തു എന്ന് മാത്രമല്ല, അതിശക്തമായി അത് നടപ്പാക്കണമെന്ന് അന്ത്യശാസനം നൽകി കഴിയുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോഴും ആക്രമണം നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് വളരെ വളരെ ദുർബലമായിട്ടുള്ള ഒരു വെടിനിർത്തൽ എഗ്രിമെന്റ് ആണോ? നമുക്ക് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു വെടിനിർത്തലിലൂടെ അവസാനിക്കുന്നു എന്ന് കേൾക്കുന്നത് വളരെ ആശ്വാസകരമാണ്. ലോകം വളരെ ആശങ്കാകുലമായി നിന്ന സന്ദർഭങ്ങളിൽ ഒരു അയവ് വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ട്രംപ് നടത്തിയ വെടിനിർത്തലുകൾ പലതും ഈ വെടിനിർത്തലുകൾ പേപ്പറിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ലംഘിക്കപ്പെട്ട ചരിത്രമാണല്ലോ നമുക്കുള്ളത്. പശ്ചിമേഷ്യയിലെ തന്നെ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കി. അത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ പ്രശ്നത്തിലും അദ്ദേഹം ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി. അതിനും എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. പിന്നെ നമ്മളിവിടെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ശ്രീ PM നാരായണൻ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ പറഞ്ഞു, ഈ വഴിയേ പോയ ഒരു യുദ്ധമാണ് ട്രംപിന് കിട്ടി, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതിൻ്റെ വെടിനിർത്തലിൻ്റെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അവൻ്റെ അവകാശവാദവും ട്രംപ് ഏറ്റെടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെടിനിർത്തൽ കുറച്ചുകൂടെ ഗൗരവമായി കാണേണ്ട ഒരു സംഭവമാണ്. വാസ്തവത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇറാനെതിരെ ആക്രമണം നടത്തിയത് അമേരിക്കയുടെ വാസ്തവത്തിലുള്ള സാമ്പത്തികവും സൈനികവും രാഷ്ട്രീയവുമായ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഈ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായിട്ട് നിൽക്കാനുള്ള ശേഷിയില്ല. കാരണം ഈ അമേരിക്കയാണ് അവരുടെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ശക്തി. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞു, ഈ ജൂൺ 13-ാം തീയതി ഇറാനെതിരെ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, ഞങ്ങൾ ഇറാൻ്റെ ആണവശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഈ ട്രംപ് പറഞ്ഞ പോലെ ഈ ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റ് എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ലെങ്കിൽ അതാണ് അവരുടെ ലക്ഷ്യം. 2, അദ്ദേഹം പറഞ്ഞത് ഈ ഇറാനിലെ ഭരണകൂടത്തെ ഞങ്ങൾ മാറ്റും, റെഷീം ചേഞ്ച്. ഇത് രണ്ടുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും എത്രത്തോളം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ കാണണം. ഇപ്പോൾ അമേരിക്കയിലെ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് CNN ന്യൂസ് കാണുമ്പോൾ അവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയാണ് എത്രത്തോളം ഇദ്ദേഹം പറയുന്ന നമുക്കറിയാം ഈ ട്രംപ് എപ്പോഴും സൂപ്പർലേറ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാറുള്ളൂ. അപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടാവും എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റ് ചെയ്തോ ഈ ഇറാൻ്റെ ആണവ ശക്തി എന്നുള്ളത് സംശയം ഉളവാക്കുന്നതാണ്. കാരണം അതിൻ്റെ കാരണം ഇറാൻ തന്നെ പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഈ അമേരിക്ക ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഈ നദാൻസിൽ നിന്നും ഫോർദോയിൽ നിന്നും ഇസ്ഫഹാനിൽ നിന്നും ഒക്കെയുള്ള ഈ സമ്പുഷ്ടീകരിച്ച ഈ യുറേനിയം അവിടുന്ന് സുരക്ഷിതമായ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അത് പറയുന്നതിൽ അല്പം വസ്തുതയില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഉപയോഗിച്ച് ഈ ഫോർദോ പോലെയുള്ള സ്ഥലത്ത് ആക്രമണം നടത്തുമ്പോൾ അവിടെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ ഒരു ആണവ ലീക്ക് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ കുറച്ചു ദിവസം മുമ്പത്തെ ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഫോർദോ ആണവ നിലയത്തിന്റെ മുമ്പിൽ 16 വലിയ കാർഗോ ട്രക്കുകൾ കടക്കുന്നതും അത് മൂവ് ചെയ്യുന്നതുമായ ഒരു പക്ഷേ ആക്രമണത്തിന് ഒരാഴ്ചയെങ്കിലും മുമ്പ് അവിടെ നിന്ന് യുറേനിയം മാറ്റിയിരിക്കാം. അല്ല, അവിടെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉദിക്കുന്നത്, നമുക്കറിയാം ഈ ലോകത്ത് എവിടെയും നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഇൻ്റലിജൻസ് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന ഒരു വിഷയമാണ്. അമേരിക്കയുടെയും പ്രത്യേകിച്ച് നമുക്കറിയാം ഇറാനിൽ അവർ പറയുന്നത് എന്താണ്, ഇസ്രായേൽ പറയുന്നത്, ഞങ്ങൾ വളരെ ഡെപ്തിൽ ഇറാൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം. അമേരിക്കയുടെ ഇൻ്റലിജൻസ്, ഈ ഇൻ്റലിജൻസ് ഒക്കെ ഈ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിട്ടും ഇറാൻ അവിടുന്ന് ന്യൂക്ലിയർ എൻറിച്ച്ഡ് യുറേനിയം
മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ഇൻ്റലിജൻസിൻ്റെ കഴിവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് കാണേണ്ടത് ഈ പറഞ്ഞ ഈ ട്രംപ് ഇതിനകത്ത് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട രണ്ട് വിഷയങ്ങൾ. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊരു കാര്യം കൂടെ പറയാം. ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടന്നപ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, രണ്ട് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുക. നമുക്കറിയാം ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹം പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാൻ കഴിയത്തില്ല. ഹമാസ് ദുർബലമായി എന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ ഹമാസ് ഇപ്പോഴും ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. ബന്ദികൾ 22 ബന്ദികൾ ഇപ്പോഴും ഈ ഹമാസുകാരുടെ പിടിയിലാണ്. അദ്ദേഹം പറഞ്ഞു, അത് ഇറാൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ഇറാനിൽ നമ്മൾ അമേരിക്കയോട് പറഞ്ഞു ഇറാനിൽ ഭരണമാറ്റം നടത്തിയാൽ നമുക്ക് ഈ ഹമാസിൻ്റെ നിയന്ത്രണം പോകും, അതുകൊണ്ട് നമുക്ക് ബന്ദികളെ എങ്ങനെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെതന്യാഹു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അവിടെ ഇസ്രായേലിൽ നിരന്തരമായ സംഘർഷം നേരിടുന്നു. ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ വേറൊരു യുദ്ധമുന്നണി തുറക്കുകയല്ല വേണ്ടത്, പിടിക്കപ്പെട്ടു കൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ സംഘർഷമാണ് നടക്കുന്നുണ്ട്. ആഭ്യന്തരമായി രാഷ്ട്രീയമായി വളരെയധികം പ്രയാസം നേരിടുന്നുണ്ട്. ഈ പ്രശ്നത്തിലൊക്കെ അദ്ദേഹത്തിനുള്ള ദൗർബല്യം മാറ്റിക്കൊണ്ട് അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി ജയിച്ച് അദ്ദേഹത്തിൻ്റെ, അതായത് ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയായിട്ട് നിൽക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടാൽ അവിടെ കേസിൽപ്പെട്ട് അകത്ത് പോകാൻ സാധ്യതയുള്ള ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടാനും വേണ്ടിയിട്ടുള്ള ഒരു ഗിമിക്കായി കാണണം വേണ്ടി കാണേണ്ട. കാരണം ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇറാനിൽ അദ്ദേഹം നേടിയില്ല എന്നുള്ളതാണ് സത്യം. ശരി, ഷൈസക് ജോൺ, ഇന്നലെ രാത്രി വലിയ ആശങ്കയാണ് ഉണ്ടായിരുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ എയർ സ്പേസ് അടച്ചു. നമുക്കറിയാം ഖത്തറിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസിന് നേരെയാണ് ആക്രമണം നടന്നത്. പക്ഷേ അതൊരു മ്യൂച്വൽ ആയിട്ടുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ പരസ്പര ആശയവിനിമയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്കയ്ക്ക് തന്നെയും മുൻകൂട്ടി വിവരമുണ്ടായിരുന്നു, ഖത്തറിനെ തീർച്ചയായും ഈ വിവരം അറിയിച്ചിരുന്നു. അതുകൊണ്ട് ആ ആക്രമണത്തോടു കൂടി അവിടുത്തെ ആ എപ്പിസോഡ് അവസാനിക്കുകയും മിഡിൽ ഈസ്റ്റിൽ കുറേയൊക്കെ സമാധാനം എന്നുള്ള നില കൈവരുകയും ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇന്നത്തെ സാഹചര്യം? ഇന്നത്തെ സാഹചര്യം ഇപ്പോൾ ഇതിനകത്ത് ഇന്നലെ പ്രധാനമായിട്ടും ഇങ്ങനെയൊരു സീസ് ഫയർ ഉണ്ടാകാനുള്ള കാരണം ഗൾഫ് രാജ്യങ്ങളെ ഇതിലേക്ക് വലിച്ചിടാനായിട്ട് ഇറാനും ആഗ്രഹിക്കുന്നില്ല, അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. കാരണം ഇറാൻ്റെ ഇവിടെയുള്ള ആപ്പാടെ രണ്ട് മൂന്ന് സൗഹൃദ രാജ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഒമാനും ഒന്ന് ഖത്തറുമാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഏത് അമേരിക്കൻ ബേസിന് ഇപ്പോൾ കുവൈറ്റിലുള്ളതായാലും യു എയിലുള്ളതിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതൊരു ഫെയറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കളെ ഇറാൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അത് ഒമാനും ഖത്തറും. അവർ വർഷങ്ങളായിട്ട്, ഈ 45 വർഷമായിട്ട് ഇവരെല്ലാം ഉള്ളിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്വപ്നമാണ് ഈ യുദ്ധത്തിൽ കൂടി സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് ട്രംപും ഇസ്രായേലും അവകാശപ്പെടുന്നു. കാരണം ഈ ഇറാനിൽ എന്ന് കൊമേനി അധികാരത്തിൽ വന്ന് 89 അന്ന് മുതൽ ഇവരുടെ ഏറ്റവും വലിയൊരു നൈറ്റ് മെയർ ആയിരുന്നു ഇത് സംഭവിക്കുക, ഇവിടേക്കുള്ള ഏത് സമയത്തും അവർ ആക്രമിക്കപ്പെടുമെന്നുള്ളത്. അത് പല പ്രാവശ്യം ഇടയ്ക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം പ്രോക്സി വാർ മുഖേന ഇറാനും സൗദി അറേബ്യയും യു എ ആയിട്ട് യമനി ഏറ്റുമുട്ടിയിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് ഇസ്രായേലിൻ്റെ മിസൈൽ അറ്റാക്ക് സൗദി ഓയിൽ ഇൻസ്റ്റലേഷൻസിൽ വന്നിട്ടുണ്ട്. യു എയിൽ ഡ്രോൺ അറ്റാക്ക് മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പരസ്പരം എപ്പോഴും ഒരു ഭീതിയുടെ മുൾമുനയിലായിരുന്നു ഇറാനെ നോക്കിക്കൊണ്ട് ഇവർ നിന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയൊരു വലിയൊരു കൊടുത്തൊരു റിവാർഡാണ് സത്യത്തിൽ. പക്ഷേ അത് പരസ്യമായിട്ടല്ല, പരോക്ഷമായിട്ട് അവർ ഈ യുദ്ധത്തെ എതിർക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതാണ് ഇവർ തമ്മിലുള്ള അമേരിക്കയും ഈ ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ ഇന്നലത്തേത് വളരെ വെൽ കോറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഒരു സീസ് ഫയർ ആയിരുന്നു. കാരണം അത് പറയാൻ കാരണം USA ഇതിൽ നിന്ന് ഒരു പിന്മാറ്റം. കാരണം അവരുടെ മിഷൻ അവർ അക്കംപ്ലിഷ് ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. അവരുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറിച്ച്ഡ് യുറേനിയം 409 കിലോഗ്രാമുള്ള എൻറിച്ച്ഡ് യുറേനിയം സ്റ്റോക്ക് പെയ്ത് നശിപ്പിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നേരത്തെ എനിക്ക് പറഞ്ഞ ആൾ പറഞ്ഞ പോലെ ചിലപ്പം അത് അവിടെ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം അത് അത്ര വലിയൊരു ക്വാണ്ടിറ്റി അല്ല. ഈ 409 25 സിലിണ്ടറുകളിലേക്ക് മാറ്റിയെന്നുള്ള വേറെ രീതി പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വസ്തുത പിന്നീട് നമുക്കറിയാം. എങ്കിലും ഇത്രയും വർഷങ്ങളായിട്ട് ഇവർ കാത്തിരുന്ന ഒരു സംഭവമാണ്. അമേരിക്ക ഇതിനു വേണ്ടി ഒരു കാരണം ഉണ്ടാക്കിയതാണ്. കാരണം ഉണ്ടാക്കാനായിട്ട് വേണ്ടി നോക്കി നിന്നു. അതിനുവേണ്ടിയാണ് ട്രംപിൻ്റെയൊക്കെ അത് വളരെ വളരെ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു 70 ദിവസമായിട്ട് അവർ ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രംപ് അവർക്കൊരു അൾട്ടിമേറ്റം കൊടുക്കുന്നു, 60 ദിവസം നിങ്ങൾക്ക് തരും. അതേസമയത്ത് സന്ധി സംഭാഷണം ഒമാനിൽ നടക്കുന്നു. 60 ദിവസം കഴിഞ്ഞ് 61ാമത്തെ ദിവസം ട്രംപിൻ്റെ പ്രോക്സിയായ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒക്കെ പറഞ്ഞ് കയറി അടിച്ചോളാൻ പറയുന്നു.
അവരടിച്ചു. ഇസ്രായേലിൻ്റെ ശരിക്കും അവർക്ക് നല്ല പ്രഹരം പല ഭാഗത്ത് ഏൽപ്പിച്ച് അവരുടെ റാഡാർ സിസ്റ്റവും മിസൈൽ സിസ്റ്റവും അവരുടെ ഡിഫൻസ് സിസ്റ്റവും എല്ലാം ഏകദേശം ആക്കി എല്ലാം തീർത്തു കഴിഞ്ഞിട്ടാണ് അവസാനം അതിനു വേണ്ടിയുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി. അതായത് US അവിടെ വന്ന് ബോംബിടാൻ, ബങ്കർ ബസ്റ്റർ ബോംബിടാനുള്ള പശ്ചാത്തലം അവർ ശരിക്കും ഒരുക്കി. അവരുടെ ആ ലക്ഷ്യം കണ്ടെത്തി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് ഇനിയും വരും കാലങ്ങളിൽ അറിയാം. ഈ എന്തൊക്കെ ലക്ഷ്യം നടന്നു എന്നുള്ളത് നമുക്ക് വീണ്ടും ഒന്നുകൂടി അനലൈസ് ചെയ്യേണ്ട. എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ആ കാര്യവുമൊക്കെ ബന്ധപ്പെട്ട് 100% ഉറപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റും. ഞാൻ അങ്ങയിലേക്ക് വരാം. ഇവിടെ ശ്രീ രാജീവ് ശ്രീനിവാസൻ, ഇന്ന് ട്രംപ് കുറിച്ച ഒരു കാര്യം, ഇസ്രായേൽ ഡു നോട്ട് ഡ്രോപ്പ് ദോസ് ബോംബ്സ്, ഇഫ് യു ഡു ഇറ്റ് ഇറ്റ് ഈസ് എ മേജർ വയലേഷൻ, ബ്രിങ് യുവർ പൈലറ്റ്സ് ഹോം നൗ. ഒരു ഉത്തരവ് എന്ന രീതിയിലാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇസ്രായേലിനെ കുറിച്ച് എഴുതുന്നത്. നമ്മൾ മുമ്പ് ഒരു പ്രസിഡന്റ്, ഒരു ലോകരാഷ്ട്രത്തിന്റെ തലവൻ, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും ഇതുപോലെ ഒരു ഭാഷയിൽ പറഞ്ഞത് കേട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും തോന്നുക ഇസ്രായേലുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഈ മൊമെന്റിൽ ട്രംപ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ട്രംപിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിട്ടുള്ള ബോംബിംഗ് എന്നുള്ളതാണ്. ഇതെങ്ങനെ അവസാനിക്കും, എങ്ങനെ പര്യവസാനിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ അധികമായിട്ട് കാണുന്ന ഒരു സംഭവം 3 ആംഗിൾസ് ഉണ്ട്. ഒന്ന് ജിയോ പോളിറ്റിക്സ്, 2 വാർഫെയർ, 3 നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള രാജ്യത്ത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ മറ്റു 2 പ്രഭാഷകരും പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ യോജിക്കുന്നുണ്ട്. കുറേയൊക്കെ നിഴൽ യുദ്ധം നടന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഖത്തറിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായിരുന്ന അവരുടെ പ്ലെയിൻസും അവരുടെ ആർമി സോൾജേഴ്സിനെ എല്ലാം മാറ്റി കഴിഞ്ഞിട്ടാണ് ഇറാൻ അവരെ ആക്രമിച്ചത്. അതുപോലെ തന്നെ ഇറാനിന് മുൻപ് ഫോർദോയിൽ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എങ്ങനെയോ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു ഒത്തുകളിയാണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അതായത് ആദ്യത്തെ ആ ഒരു അറ്റാക്ക്, ഇസ്രായേലിന്റെ ആദ്യത്തെ അറ്റാക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഇസ്രായേൽ ഗ്രേറ്റ് സേറ്റൻ ആണ്, അതിനെ നശിപ്പിക്കണം എന്നുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് വന്നിരുന്നതാണല്ലോ ഇറാനിന്റെ നേതാക്കൾ. അവരെ എങ്ങനെയെങ്കിലും തളച്ചിടണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് മനസ്സിലായത് അവരുടെ പ്രോക്സികളെ എല്ലാം കുറേശ്ശെ നശിപ്പിക്കണം. അവരുടെ പ്രോക്സികൾ പ്രധാനമായിട്ട് 3 ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തി, ഈ 3 കൂട്ടരെയും. അപ്പോൾ ഈ ഗാസ ആക്രമിച്ചതോടുകൂടി ഹമാസ് നശിച്ചു പോയെന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും. എന്നാലും അവരുടെ കുറെ സീനിയർ മാനേജേഴ്സിനെ എല്ലാം, സീനിയർ ലീഡേഴ്സിനെ എല്ലാം അവർ കൊന്നു. കുറെ അതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഹെസ്ബുള്ള വല്ലാതെ നശിച്ചു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഹൂത്തീസിന് അത്രയും പറ്റിയിട്ടില്ല. പക്ഷേ ഈ 3 ശക്തികൾ, ഈ പ്രോക്സികളും ഇറാനിന് നഷ്ടപ്പെട്ടതോടുകൂടി ഇറാനിന്റെ പൊതുവെയുള്ള ജിയോ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വശത്ത്. രണ്ടാമത് ആദ്യത്തെ ആ പ്രഹരം ഇസ്രായേൽ വന്ന് ആക്രമിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇസ്രായേൽ അത് വളരെ എളുപ്പം, ലഘുവായിട്ട്, ലാഘവത്തോടു കൂടി ഇറാനെ തോൽപ്പിച്ചു കളയും. കാരണം പല സീനിയർ ജനറൽസും ഇന്റലിജൻസ് പീപ്പിളിനെ ഒക്കെ ഇവര് വധിച്ചു. അത് മാത്രമല്ല, ഇസ്രായേലി വെപ്പൺസിനെതിരായിട്ട് ഇറാനിയൻ എയർ ഡിഫൻസ് അത്ര നന്നായിട്ട് പെരുമാറിയതുമില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇസ്രായേലിന് ഭയങ്കര ഒരു വൻപിച്ച വിജയമാണെന്ന്. പക്ഷേ അതിനുശേഷം ഇറാൻ തിരിച്ചടിക്കാനും തുടങ്ങി, അവരുടെ വലിയ ഹൈപ്പർസോണിക് മിസൈൽസ് ഒക്കെ അയക്കാനൊക്കെ തുടങ്ങി. അപ്പോഴെനിക്ക് തോന്നിയത് ഇതൊരു മെറ്റഫോർ എന്ന് പറയുകയാണെങ്കിൽ, ചില ഗുസ്തിക്കളത്തിൽ അല്ലെങ്കിൽ ചില ബോക്സിംഗ് റിങ്സിൽ 2 ബോക്സർമാരിങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് മുഖവും എല്ലാം ചോര ഒലിപ്പിച്ച് അവർക്ക് നിൽക്കാനും വയ്യ, കണ്ണു കാണാനും വയ്യ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സത്യമായിട്ടൊരു സ്റ്റെയിൽമേറ്റ് എത്തി. ആ സ്റ്റെയിൽമേറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം ട്രംപ് ആ ഒരു അറ്റാക്ക് നടത്തിയത്. ബങ്കർ ബസ്റ്റർ, അതൊക്കെ ഭയങ്കര പ്രോപ്പഗാൻഡയാണല്ലോ. B2 അവിടെ നിന്ന് വന്നു, ബങ്കർ ബസ്റ്റർ 16 അവിടെ ഇവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ അതിന്റെയൊക്കെ പരിണിത ഫലം എന്താണെന്ന് ഇപ്പോഴും അത്ര വ്യക്തമല്ല. കാരണം പിന്നെ ആ ഫോട്ടോയിലുള്ള എൻറിച്ച്മെന്റ് എല്ലാം അവിടുത്തെ കുറെ സെൻട്രിഫ്യൂജസ് അത് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ ആക്രമണത്തിന്റെ അതിന്റെ ഫലമായിട്ട് സെൻട്രിഫ്യൂജസ് ഒക്കെ വർക്ക് ചെയ്യുന്ന നിന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഓർക്കുന്നുണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ വേറൊരു പണി ചെയ്തു. അതും അവരുടെ ഇന്റലിജൻസിന്റെ ഒരു പ്രധാന ഒരു എക്സാമ്പിൾ ആണ്. സ്റ്റക്സ്നെറ്റ് എന്ന് പറഞ്ഞ് ഒരു കമ്പ്യൂട്ടർ വേമിനെ അയച്ചു. അവർ ഈ അന്നത്തെ ഏത് കൊല്ലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അന്നത്തെ ഇറാനിന്റെ 2010 അന്ന് ഇറാനിന്റെ ഈ യുറേനിയം
എൻറിച്ച്മെന്റ് പ്രോഗ്രാമിനെ അവർ കാര്യമായിട്ട് ബാധിച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വേറൊരു കാര്യത്തിലേക്ക് കടക്കട്ടെ. ഈ വാർഫെയർ എന്നുള്ള ആ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രയേല് 2 കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു. ഒന്ന് ഹ്യൂമൻ ഇന്റലിജൻസ്. ആ ഹ്യൂമൻ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ സീനിയർ ജനറൽസിനെ എല്ലാം അവർ കൊന്നത്. ഉദാഹരണത്തിന് പറയുന്നുണ്ട്, ഒരാള് ഏതോ ഒരു സീനിയർ ജനറലിനെ വേറെ ഒരു ഇസ്രയേൽ അല്ല, വേറൊരു പറയുന്നത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വേറൊരു അവരുടെ ഒരു സഖ്യകക്ഷി ഈ ജനറലിന് ഒരു വാച്ച് സമ്മാനിച്ചു. ആ വാച്ച് ഉപയോഗിച്ചിട്ടാണ് അവരെ ജിയോ ലൊക്കേറ്റ് ചെയ്ത് ആ ജനറലിനെ കൊന്നതെന്നാണ് പറയുന്നത്. അപ്പൊ 1-ാം തരം ഹ്യൂമൻ ഇന്റലിജൻസ് അവർ അവിടെ പ്രയോഗിച്ചു. അതൊന്ന്. രണ്ടാമത് വളരെ നന്നായിട്ട് അവർ ഡ്രോൺസിനെ ഉപയോഗിച്ചു. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ കഴിഞ്ഞ 2-3 യുദ്ധങ്ങളിൽ, ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലും, പിന്നെ ആ യുക്രൈനില് നടന്നല്ലോ, അവർ ആ Tupolev 44 കുറെ എണ്ണത്തിന് ഈ യുക്രൈനിയൻസ് ഡ്രോൺ കൊണ്ട് നശിപ്പിച്ചു. പിന്നെ ഇവിടെ ഈ യുദ്ധത്തിലും ഡ്രോൺ നല്ലപോലെ ആദ്യത്തെ സ്റ്റേജിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂ ഗെയിം ഇൻ ടൗൺ. അതായത് യുദ്ധം മാറിക്കൊണ്ടിരിക്കുന്നു. ആ പഴയ പോലെ ഫൈറ്റർ ജെറ്റ്സ് മാത്രം പോരാ, മിസൈൽസും ഡ്രോൺസും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്നുള്ള ആ ഒരു വാർ ഡോക്ട്രിൻ കൂടെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ ഇസ്രയേലിന്, നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ, ഇസ്രയേലിന് സത്യമായിട്ടും ഒരു തന്റേതായ ഒരു they don't have an individual capability. അമേരിക്ക പുറകിലുണ്ട് എന്നുള്ള ആ ഒരു ഇത് ശക്തി ഇല്ലെങ്കിൽ ഇസ്രയേലിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടുപേരും, ഇറാനും ഇസ്രയേലും രണ്ടുപേരും എക്സോസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ശകലം ഹോപ്പ് ഉണ്ട് ഈ യുദ്ധം അധികം മുമ്പോട്ട് പോവുകയില്ല. ട്രംപ് ചെയ്തതുകൊണ്ടൊന്നുമല്ല, ഇവർ രണ്ടുപേരും എക്സോസ്റ്റഡ് ആയി, അവർക്ക് അമ്യൂണിഷൻ കുറഞ്ഞിട്ടുണ്ടാവും, അവരുടെ ടാക്ടിക്സ് ഒന്നും അത്ര നന്നായിട്ട് ഫലിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ബലമായ വിശ്വാസം അധികം നാളിനി മുമ്പോട്ട് കൊണ്ടുപോകില്ല. പക്ഷെ അതേസമയം ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരികയാണെന്നുള്ളത്, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റെജീം ചേഞ്ച് ഉദ്ദേശിക്കുന്നതാണ് മറ്റേ യുക്രൈനിൽ നടന്ന റെവല്യൂഷൻ, അതുപോലെ തന്നെ വെൽവെറ്റ് റെവല്യൂഷൻ ഉണ്ടായിരുന്നു, കളർ റെവല്യൂഷൻസ്. അതിലൊക്കെ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ബ്രിട്ടീഷ് ഡീപ് സ്റ്റേറ്റും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ ഉദ്ദേശിക്കുന്നത്, അവര് എവിടെന്നെങ്കിലും ഒരാളെ പൊക്കിക്കൊണ്ടുവന്ന് എന്നിട്ട് അവിടെ ലോക്കലായിട്ട് കുറെ വേലത്തരങ്ങൾ നടത്തിയിട്ട് എക്സിസ്റ്റിംഗ് റെജീമിനെ നശിപ്പിച്ചിട്ട് പുതിയ അവരുടെ ഫേവറേറ്റിനെ കൊണ്ടുവരും. അത് ഇറാനിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോ അവര് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് റെസ പഹലവി ഷാഹിന്റെ മകനെയാണ്. ദേ ആർ ഹേറ്റഡ്. എനിക്ക് ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു, ഇറാനിയൻസ്. അവര് ദേ വർ ബെനിഫിറ്റിംഗ് ഫ്രം പഹലവീസ് സ്കോളർഷിപ്സ് ആൻഡ് സോ ഓൺ. പക്ഷെ ആർക്കും പഹലവിയെ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളെ തിരിച്ചു കൊണ്ടുവരുന്നത് അവര് ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നില്ല. എത്രത്തോളം അവർക്കൊക്കെ ഈ ഖമനി ആൻഡ് IRGC ഒക്കെ പേടിയും വെറുപ്പും ഒക്കെ ആണെങ്കിലും അവരുടേതായ ആ ഒരു സിവിലൈസേഷനിൽ അവർക്കൊരു പ്രൈഡ് ഉണ്ട്. അതുകൊണ്ട് അവര് വേറൊരു വീണ്ടും അവരുടെ ആ ഒരു റെജീം ചേഞ്ചിന് അവർ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിന് അനുഗുണമായി തന്നെയാണ് അവിടുത്തെ സിവിൽ ലിബർട്ടി പ്രവർത്തകരൊക്കെ. അവരാരും റിസ പഹ്ലവിയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ നടക്കാനുള്ള സാധ്യതയും കുറവാണ്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഇന്നലെ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ഭയപ്പെട്ടത് ഒരു പക്ഷേ ഈ വെസ്റ്റ് ഏഷ്യ ആകെ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന നിലയിലായിരുന്നു എങ്കിൽ ഇന്ന് വ്യക്തമാവുന്നുണ്ട്. US-ന്റെ സെൻട്രൽ കമാൻഡ് ഇരിക്കുന്ന അൽ ഉദൈദ് എയർബേസ് ഇറാൻ ആക്രമിച്ചെങ്കിലും അതൊരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഒന്ന്, ഖത്തറിന് നേരത്തെ വിവരം നൽകിയിരുന്നു, 2, അമേരിക്കയ്ക്കും വിവരം നൽകിയിരുന്നു. അതനുസരിച്ച് ആക്രമണത്തിന് പ്രത്യാക്രമണം എന്നുള്ള നിലയിൽ ആക്രമണം നടത്തി. പക്ഷെ അതൊരു എസ്കലേഷനിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, സീസ് ഫയറിനായി അമേരിക്ക നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള സമീപനം ഇന്ന് സ്വീകരിക്കുന്നു. ഏറെക്കുറെ ഇസ്രയേലിന് മേലെ അത് ഇമ്പോസ് ചെയ്യുന്നത് പോലെയാണ്. ഇത് ഇവിടെ അവസാനിക്കുകയാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് ഇറാന് സമ്പൂർണ്ണമായിട്ടുള്ളൊരു വിജയമാണ്. അതായത് 1948, 54 സൂയസ് യുദ്ധം, യോം കിപ്പൂർ യുദ്ധം, 6 ഡേ യുദ്ധം, അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് അവർക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് ടെല്ലവീവ് ബോംബ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അവർ കീഴടങ്ങുകയാണ് ചെയ്തത് എല്ലായിടത്തും. സൂയസിൽ ഡിഫറൻ്റ് ആയിരുന്നു വാറ്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ചിട്ട് ആക്രമിച്ചിട്ട് ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റാത്തടത്ത് ഇറാൻ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് എന്താ ഈ ഹൂത്തിയും ഹിസ്ബുള്ളയൊക്കെ, ദേ ആർ ഓൾ സ്മോൾ മിലിഷ്യ, അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ?
അതും അവർ സുന്നി മെജോറിറ്റി രാഷ്ട്രങ്ങളിൽ കയറി ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നടക്കാൻ പറ്റില്ല. അതല്ല ഇഷ്യൂ. എല്ലാവരും പറയേണ്ട അവരുടെ അത് വെറുതെ പെരുപ്പിക്കുന്നതാണ്. ഈ ഹൂത്തിയും മറ്റൊരു അവരും ഹൂത്തികളും അവർ തന്നെ ചെയ്യുന്നത് എന്തോ ഭയങ്കര സംഭവം ചെയ്യും, ഞങ്ങളത് റെഡ് ഇത് പോർട്ട് അങ്ങോട്ട് ഉപരോധിച്ച് തരും, അതൊക്കെ അതിലൊന്നും കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഒരു ഫൈറ്റ് വന്ന് ആ ഫൈറ്റിൽ മനസ്സിലായില്ലേ എത്ര ഇറാനിയൻസ് മരിച്ചു എന്നുള്ളതല്ല, ഹൗ മെനി ബോഡി ബാഗ്സ് ഹാഡ് ഇസ്രായേൽ ടു ക്യാരി എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ പേര് ബേർഷീബ മനസ്സിലായില്ലേ, ഹൈഫ മനസ്സിലായില്ലേ, ടെൽ അവീവ് മനസ്സിലായില്ലേ, ഇതെല്ലാം ഇവർ ബോംബിട്ട് യു ആർ ഷോയിങ് അതിൻ്റെ ഡിസ്ട്രക്ഷനാണ് നിങ്ങളുടെ ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ കാരണം ഇസ്രായേലിൽ ഒരു ലൈഫ് ഹ്യൂമൻ ലൈഫ് ഇസ് വാല്യുബിൾ. കാരണം അത്ര കുറച്ച് ജൂതന്മാരെ ലോകത്തുള്ളൂ. അതിൽ ഒരാൾ പോയാൽ പോലും കാരണം അവർ പഴയ ഹിറ്റ്ലറിൻ്റെ ഹോളോകോസ്റ്റാണ് അവർ റിമെമ്പർ ചെയ്യുന്നത്. അപ്പോൾ ആ നിലക്ക് ഇതുവരെയ്ക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൗ ഇറാൻ ഹാസ് ഗൾഫ് രാജ്യങ്ങളുടെ ഇടയിൽ വലിയ പ്രാമുഖ്യത്തിലോട്ട് വരികയാണ്. കാരണം ഖത്തറായിട്ട് ഈ ഖത്തർ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ് പാർട്ടിയാണ്. നിങ്ങൾക്കറിയാലോ, ഖത്തറിലായിരുന്നു ഹമാസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരുന്നിരുന്നത്. അതേ ഖത്തറിൽ തന്നെയാണ് യു എസിൻ്റെ ഏറ്റവും വലിയ ബേസ് ഇരിക്കുന്നത്. ആ യു എസ് ബേസിൽ യു എസ് അവിടെ ഉണ്ടായിരുന്ന 40ഓളം എൻ്റെ ഓർമ്മ ശരിയാണ് മറ്റെന്താ പറയുക നമ്മുടെ അവരുടെ F-15 F-16 F-35 ഒക്കെ ഉണ്ടോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പ്ലെയിനുകളൊക്കെ എടുത്ത് അവർ മാറ്റിയെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അവർ കീഴടങ്ങി എന്നുള്ളതിന് തെളിവല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ മോക്ക് ഫോണി വാർ. പക്ഷേ ആ ഫോണി വാർ കൊണ്ട് എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ പ്രസ്റ്റീജ് ഇസ്ലാമിക് വേൾഡിൽ കൂടി. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഈ യുദ്ധം തുടങ്ങിയെടുക്കുക ഞാൻ ഈ ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞ് ഇറാൻ വിൽ ബി ഫിനിഷ്ഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ഷിയായിട്ടായിട്ടുള്ള ഇറാൻ മെജോറിറ്റി സുന്നി രാഷ്ട്രങ്ങൾ ഒരു ആക്സിസ് ഉണ്ടാക്കുന്നു, ഇവരൊരു ആക്സിസ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു എന്ന്. ഇനി അത് വിട്. രണ്ടാമത് നമുക്ക് മിലിറ്ററി സ്ട്രാറ്റജിയിലോട്ട് നോക്കാം. ഞാനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാനലിസ്റ്റുകൾ പറഞ്ഞത് ഒരു വ്യോമസേന പോലും ഇല്ലാത്ത ഒരു രാജ്യം എങ്ങനെ നിലനിൽക്കും? അതുമാത്രമല്ല അവർ 80% ഇൻഡിജിനസ് ആണ്. ഇവർ പറയുന്ന അൽഫത്തയും അല്ലെ ഖുറം ഷഹറും ഈ മിസൈലുകളൊക്കെ ഇൻഡിജിനസ്ലി ഉണ്ടാക്കിയതാണ്. ചൈനയൊന്നും അത്രയധികം ഒന്നും ടെക്നോളജി ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അവർ ഈ ഉപരോധം എല്ലാവരും മറികടന്നുകൊണ്ട് ഇവർ ഇത്രയും വലിയ ഒരു ടെക്നോളജിക്കൽ വാർഫെയർ. അതെന്താ വാർഫെയർ എന്നറിയോ? ഇപ്പുറത്തെ ഭാഗത്ത് ഡ്രോണും റോക്കറ്റും, അപ്പുറത്തെ ഭാഗത്ത് F-15 അല്ലെങ്കിൽ F-16 എന്താ ട്രെയിനുകൾ F-35 ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ B-2 ഉപയോഗിക്കുന്നു. എന്നിട്ട് അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് അതുപോലെ ബീർഷബയിലൊക്കെ ആക്രമണം നടത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് നോക്കൂ, IRGCയുടെ ചീഫ് ഹസൻ സലാമി ആദ്യത്തെ ദിവസം തന്നെ കൊല്ലപ്പെട്ടു. അവരുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരി കൊല്ലപ്പെട്ടു. സയ്യിദ് ഈസാദി അദ്ദേഹം IRGCയുടെ പലസ്തീൻ കോറിന്റെ മേധാവിയാണ്, കൊല്ലപ്പെട്ടു. ഖുദ്സിന്റെ ഈ ആർമറി വിഭാഗം കമാൻഡർ ബഹ്നം ഷഹരിയാരി കൊല്ലപ്പെട്ടു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഇറാൻ ഭാഗത്തുള്ള അവരുടെ പ്രധാനപ്പെട്ട ആർമി കമാൻഡർമാർ, സൈനിക വിദഗ്ധർ, 5 or 6 ആണവ ശാസ്ത്രജ്ഞർ, അങ്ങനെ അവർ ടാർഗറ്റ് ചെയ്ത് പ്രിസിഷൻ സ്ട്രൈക്കിലൂടെ ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തി എന്ന വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, അതിൽ കാര്യമില്ല. എത്ര ആൾ ഇവരെ കൊലപ്പെടുത്തിയിട്ടും അവർ അതാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ദർ ഇസ് സം ഒരു കമ്പൈൻഡ് കമാൻഡ് ഉണ്ടെന്നുള്ളതിൻ്റെ അർത്ഥം. അല്ല, ഇറ്റ് ഇസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ എനി പെർട്ടിക്കുലർ. ഞാൻ പറയാം, ഇതിന് യമാമാട്ടോനെ കൊന്നു. അതായത് കമ്പൈൻഡ് അഡ്മിറൽ ഫ്ലീറ്റിൻ്റെ ജാപ്പാൻ്റെ 1940 രണ്ടാം ലോക യുദ്ധത്തിൽ അത് അവർക്ക് വലിയ പരിക്ക് പറ്റിയെന്ന് പറയപ്പെടുന്നു. അതേമാതിരി തന്നെ പല ആൾക്കാരെയൊക്കെ ഇതുമാതിരി കൊന്നിട്ടുണ്ടോ യുദ്ധത്തിൻ്റെ ഇടയിലൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ലോ. ഇവരെയൊക്കെ കൊന്നിട്ട് ഇവർക്ക് പ്രശ്നമൊന്നുമില്ലാന്നേ. ഇവർ യുദ്ധം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയല്ലേ, ഇവർ പുറോട്ട് പോയില്ലല്ലോ. ഇപ്പം തന്നെ ഇവർ ബോംബ് B-2 ഇട്ടതിന് ശേഷം ഇവർ കീഴടങ്ങിയില്ലല്ലോ. ഇവരെടുത്തിപ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപിന് വന്നിയ ഏറ്റവും വലിയൊരു ഇത് പറ്റിയെന്ന് പറയും. അദ്ദേഹം പറഞ്ഞു ആദ്യം ഇറാൻ നിർത്തട്ടെ എന്നിട്ട് ഇസ്രായേൽ നിർത്തും എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു കൊടുത്തോ? അവർ ഉടനെ തന്നെ കുറേ കൂടെ മിസൈൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്. മൂന്നാമത്തെ കാര്യം, അമേരിക്കയിലെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിൽ പ്രമുഖരായിട്ടുള്ള ജെഫ്രി ലൂയിസും പ്രൊഫസർ ആൽബ്രൈറ്റും പറയുന്നത് 400 കിലോഗ്രാം അവർ പറഞ്ഞാണ് 400 കിലോഗ്രാം യുറേനിയം ഉള്ളൂ. അത് കുറച്ച് കാറുകളിൽ കടത്താനായിട്ടുള്ളൊരു കാര്യമുള്ളൂ. ഇങ്ങനത്തെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ നാളെ B-2 ബോംബർ അയക്കും എന്ന് പറയുമ്പോഴത്തേനും ഇവരിത് കടത്തിയിട്ടുണ്ടാവുമല്ലോ. മാത്രമല്ല, ഇറാൻ ഈസ് എ മൗണ്ടനിയസ് കൺട്രി. മനസ്സിലായില്ലേ? 70% മൗണ്ടൻസ് ആണ്. അതല്ലേ താലിബാൻ്റെ അടുത്ത് പോയിട്ട് ഇവർ തോറ്റത്, USA പോയിട്ട്. USA കളികളൊന്നും എവിടെ നടക്കുന്നില്ല. വിയറ്റ്നാമിലെ കാടുകളിൽ അവർ പരാജയപ്പെട്ടു. ഇവിടെ മരുഭൂമിയിലും മലകളിലുമുള്ള അഫ്ഗാനിസ്ഥാനിൽ പരാജയപ്പെട്ടു. എല്ലാ സ്ഥലത്തും അവർ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഇവരിവിടെ വന്നിട്ട് ചെയ്തപ്പോൾ ഇതിപ്പോൾ ഒരു മൗണ്ടനിലിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഗാസ ഇതിൽ നിറയെ ടണലുകളല്ലേ? ആ ടണലുകളിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കല്ലേ ഗാസയിലുള്ള ജനങ്ങൾ? ഇവർ എത്രായിരം ബോംബ് 56,000 60,000 പേരെ കൊന്നിട്ട്. ഇതിപ്പോൾ ഇറാന് വളരെ ഈസി ആയിട്ട് ഇവർ നേരത്തെ തന്നെ മാറ്റിക്കണം. ഒന്ന്. രണ്ടാമത്,
നമ്മൾ വിചാരിക്കണ മാതിരിയല്ലല്ലോ. ചൈനീസ് ടെക്നോളജി, നോർത്ത് കൊറിയൻ ടെക്നോളജി, ഈവൻ ഞാൻ കേട്ടത് പാകിസ്ഥാൻ്റെ ടെക്നോളജി, റഷ്യൻ ടെക്നോളജി ഒക്കെ ഈ ന്യൂക്ലിയർ ഇതുണ്ടാക്കുന്നതിലുണ്ട്. അപ്പോൾ പിന്നെ സയൻറ്റിസ്റ്റ് പറയണത് ന്യൂക്ലിയർ ചെർണോബില്ലുമാതിരി അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ടായ മാതിരി ന്യൂക്ലിയർ ലീക്ക് അവിടെ വേർ ഇസ് ദ റേഡിയേഷൻ ഒക്കെ അറിയുന്നില്ലല്ലോ. അപ്പോൾ അതിന് യാതൊരു തെളിവുമില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമേരിക്കൻ പ്രൊപ്പഗാൻഡയാണ്, ദാറ്റ് ദേ ഹാവ് ഡിസ്ട്രോയിഡ്. രണ്ടാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇതിന് ശേഷം ഇസ്രായേൽ പ്ലെയിനുകൾ അയച്ചോടൊക്കെ അവർ വീണ്ടും പ്ലെയിനുകൾ അയച്ചു. ഇസ്രായേലല്ലേ B-2 ബോംബർ ചെയ്തതിനു ശേഷം അവർ പ്ലെയിൻ അയച്ചു. എന്തിനാണ് അവർ പിന്നെ പ്ലെയിൻ അയച്ചിരിക്കുന്നത്? അവർ ജെറ്റ് ഫൈറ്റേഴ്സിനൊക്കെ അങ്ങോട്ട് അയച്ചു, പിന്നെയും ബോംബ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പുറത്തുള്ളവരൊക്കെ മണ്ടന്മാരാന്ന് വിചാരിക്കരുതല്ലോ, മനസ്സിലായോ? അപ്പോൾ അവർ വളരെ ശക്തമായിട്ട് നിലനിന്നു. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അവർക്ക് റെസ്പെക്ട് വന്നു. സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രങ്ങൾ, മനസ്സിലല്ലേ, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഉണ്ട്, അവരിപ്പോൾ ഒന്നായിരിക്കാണ്. അപ്പോൾ ദാറ്റ് മീൻസ് മാത്രമല്ല പാകിസ്ഥാൻ നാണം കെട്ടു. അത് നമ്മളിവിടെ പറയണ്ടേ? പാകിസ്ഥാൻ നാണം കെട്ടു. ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് പറയുന്ന വൃത്തിയോടെ പറഞ്ഞ ആൾക്കാരാണ് അവരിപ്പോൾ മാറ്റി പറയുന്നു. ഇപ്പം അവരെന്താ പറയണമെന്ന് പറയാം, അതല്ല, അങ്ങനെയല്ല, ഇത് അപലപിക്കുകയാണ് എന്ന് പറയുന്നു. ഇറാന്റെ മുകളിലുള്ള ആക്രമണം. ജോസഫ് ആന്റണി, ഈ യുദ്ധം ഇപ്പോൾ നിർത്തുകയാണെങ്കിൽ എന്ത് ഈ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലും അമേരിക്കയും അച്ചീവ് ചെയ്തു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. റഷ്യയും ചേഞ്ച് നടന്നിട്ടില്ല, നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്കറിയാം. രണ്ടാമത്തേത്, അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇറാന്റെ ആണവായുധ പദ്ധതി പൊളിക്കുക എന്നുള്ളതാണ്. അത് ഏത് നിലയിൽ അച്ചീവ് ചെയ്തു എന്നുള്ളത് ഗൗരവപൂർണ്ണമായ ചോദ്യമാണല്ലോ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച നദാൻസിലെ 2010 സ്റ്റക്നെസ്റ്റ് ആക്രമണം, അത് സൈബർ ആക്രമണമായിരുന്നു. അന്ന് 1000 സെൻട്രിഫ്യൂജുകൾ തകർത്തെങ്കിലും അത് ഫലപ്രദമായി റീബിൽഡ് ചെയ്യാൻ ഇറാനെ സംബന്ധിച്ച് കഴിഞ്ഞു എന്നത് ഒന്നാമത്തെ കാര്യം. ഇവിടെ ഇപ്പോൾ ഈ ഫോർദോയെ സംബന്ധിച്ച് തന്നെ ഇന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇത് ആക്രമണം മുൻകൂട്ടി കണ്ട് തന്നെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. 100 മീറ്റർ താഴ്ചയിലുള്ള ഭൂഗർഭ അറയാണ്. അത് തകർക്കണമെങ്കിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിരന്തരമായി പ്രയോഗിച്ചാലേ നടക്കൂ. ഈ GBU-57 എന്നുള്ളത് അമേരിക്കയുടെ കയ്യിൽ ഉള്ള ബോംബാണ്. അത് നിരന്തരമായി ആഴ്ചകളോളം പ്രയോഗിച്ചാൽ മാത്രമേ അച്ചീവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അവിടെ ഒറ്റത്തവണയെ ബോംബാക്രമണം നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഫോർദോ ന്യൂക്ലിയർ ഫെസിലിറ്റി തന്നെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ എന്ത് അച്ചീവ് ചെയ്തിട്ടാണ് ഈ യുദ്ധം നിർത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇസ്രായേൽ ഒരു ഉത്തരം കണ്ടെത്തേണ്ടി വരില്ലേ? എൻ്റെ രസകരമായ കാര്യം, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം ആരംഭിച്ചതെന്നുള്ള പ്രശ്നമാണ്. നമുക്കറിയാം 1992 മുതൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന രാഷ്ട്രീയക്കാരൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്. 1992 ഇസ്രായേൽ പാർലമെൻറ്റ് ക്നെസറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു 3 വർഷത്തിനുള്ളിൽ, 3-5 വർഷത്തിനുള്ളിൽ ഇറാൻ ആണവ ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് 1995 അദ്ദേഹം ഫൈറ്റിംഗ് ടെററിസം എന്നൊരു പുസ്തകം തന്നെ എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു ഇറാൻ 3 വർഷത്തിനുള്ളിൽ ആണവായുധം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. 1995 പറഞ്ഞു. ഇത് 2000 പറഞ്ഞു, 2002 പറഞ്ഞു. 2012 അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കവേ അദ്ദേഹം ഒരു കാർട്ടൂൺ, ഒരു പടവുമായിട്ട്, ഒരു ബോംബിൻ്റെ പടവുമായിട്ടാണ് വന്നത്. ആ ബോംബിൻ്റെ പടവുമായിട്ട് വന്നിട്ട് പറഞ്ഞു അവരിത് 90% ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു, അവർ ആഴ്ചകൾക്കുള്ളിൽ ബോംബ് ഉണ്ടാക്കുമെന്ന് 2012 പറഞ്ഞു. 2014-ലും 2015-ലും അമേരിക്കയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ പോയി പ്രസംഗം. 2014-15 പ്രത്യേകത, ഒബാമ പ്രസിഡന്റ് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ്. ഒബാമ ഇറാനുമായിട്ട് ആണവ കരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ആണവ കരാർ ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അമേരിക്കയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഇറാൻ ഇതാ 3 മാസത്തിനുള്ളിൽ ആണവായുധം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. 2015 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഒബാമയുടെ തലയുടെ മുകളിലൂടെ അമേരിക്കൻ കോൺഗ്രസിൽ വന്ന് പ്രസംഗിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാ 1 വർഷത്തിനുള്ളിൽ ആണവായുധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. 1992 മുതൽ 2025 വരെ അദ്ദേഹം പറഞ്ഞതിൻ്റെ യാതൊരു തെളിവുകളുമില്ല. അതായത് എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം ഇറാൻ ആണവായുധമുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നത്. 2, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറയേണ്ടതാരാ? ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറയേണ്ടത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. അവർ നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല ഇറാൻ ഇതാ ആണവായുധം നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അവരാകെ കൂടി പറഞ്ഞത് എന്താണ്? അതും യുദ്ധത്തിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് പറഞ്ഞത് എന്താ? 20 വർഷത്തിൽ ആദ്യമായി അവർ ഞങ്ങൾക്ക് തരേണ്ട വിവരങ്ങളെല്ലാം തരുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ആണവായുധം ഉണ്ടാക്കിയെന്ന് അപ്പോഴും പറഞ്ഞിട്ടില്ല എന്ന്. അതൊരു ഭാഗത്ത്. അമേരിക്ക, ഈ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ രഹസ്യം അന്വേഷിക്കുന്ന അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ ചീഫ് തുൾസി ഗബാർഡ് എന്താ പറഞ്ഞ കഴിഞ്ഞ മാർച്ചിൽ? ഞങ്ങളുടെ അറിവിൽ, ഞങ്ങളുടെ അന്വേഷണത്തിൽ, ഞങ്ങളുടെ പരിശോധനയിൽ ഇതുവരെ ഇറാന്റെ കയ്യിൽ ആണവായുധമില്ല. അപ്പം ഇല്ലാത്ത ഒരു ആയുധം
ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ ഞങ്ങൾ പറയും സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സെക്യൂരിറ്റൈസേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഒന്നിനെ ഇല്ലാതാക്കണമെങ്കിൽ അത് നിങ്ങളുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണെന്ന് വരുത്തി തീർത്താൽ മതി. അതായത് ഒരു നായ നമുക്ക് കൊല്ലണമെങ്കിൽ ഈ നായ നല്ല നായ ആണെങ്കിലും ഇതൊരു പേപ്പട്ടിയാണെന്ന് പറഞ്ഞാൽ ആ പേപ്പട്ടിയെ കൊല്ലുന്നതിന് യാതൊരു നിയമങ്ങളും പിന്നെ ബാധകമാകത്തില്ല എന്നതുപോലെ ഒരു രാജ്യത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആ രാജ്യം കുഴപ്പമുള്ള രാജ്യമാണെന്ന് വരുത്തി തീർത്താൽ മതി. അതിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. 2003 ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരി അമേരിക്കയുടെ തീട്ടൂരങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് ആക്രമണം ഉണ്ടായത്. നമുക്കറിയാമല്ലോ, മൂക്കിപ്പൊടിയുടെ വലിപ്പം പോലുമുള്ള ആയുധം കണ്ടെത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെറുതെ ഒരു പദ്ധതിയല്ല. 2000 തുടങ്ങി വെച്ച അമേരിക്കയുടെ പ്രോജക്റ്റ് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറി എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ട് അമേരിക്കയുടെ സെഞ്ചുറിയാക്കി മാറ്റണം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണിത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കോണ്ടോലീസ റൈസ് ഒരു പുതിയ പദ്ധതി അവതരിപ്പിച്ചു. ഇത് എന്ന് പറയുന്നത് നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് എ ന്യൂ മിഡിൽ ഈസ്റ്റ്, പുതിയ പശ്ചിമേഷ്യ ഉണ്ടാക്കുക. ആ പുതിയ പശ്ചിമേഷ്യയിൽ പല പദ്ധതികൾ പറഞ്ഞതിൽ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്നെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭരണമാറ്റമാണ്. അതായത് നമ്മൾക്കെതിരായിട്ട് നിൽക്കുന്ന, പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് നമുക്കെതിരായി നിൽക്കുന്ന മുഴുവൻ ഭരണകൂടങ്ങളെ അട്ടിമറിക്കണം. അവർ 2003 പിന്നെ സദ്ദാം ഹുസൈനെ അട്ടിമറിച്ചു. 2011 നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2 രാജ്യങ്ങളും, ഈ സദ്ദാം ഹുസൈൻ്റെ രാജ്യവും ഗദ്ദാഫിയുടെ രാജ്യവും നേരത്തെ 87 തന്നെ ആണവ പദ്ധതി ഉപേക്ഷിച്ചു. 2003 ലിബിയയുടെ ഗദ്ദാഫിയെ ഉപേക്ഷിച്ചു. ഗദ്ദാഫി ഉപേക്ഷിച്ചിട്ടും 2011 എന്താ ചെയ്തത്? അമേരിക്കൻ എല്ലാം കൂടെ ചേർന്നിട്ട് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അതായത് റഷ്യം ചേഞ്ചാണ്, അധികാരത്തിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ കൊന്നു. 2024 എന്താ സംഭവിച്ചത്? സിറിയ, അമേരിക്കൻ ഭരണകൂടത്തിനെതിരായിട്ട് നിന്ന് സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ അധികാരപക്ഷമാക്കി. അതിനുശേഷം ഇനി ആരാ ഉള്ളത്? ഇനിയുള്ളത് ഇറാനാണ്. ഇറാനിലും ഭരണമാറ്റം നടത്തണം. അതോടൊപ്പമുള്ള മറ്റൊരു പദ്ധതിയാണ് ഈ ഇസ്രായേൽ തന്നെ പറയുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ആ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രോജക്റ്റിൽ അവർ പറയുന്നത് ഗാസ പൂർണ്ണമായും പിടിച്ചടക്കുക, സിറിയയുടെ ഭാഗം, ഈജിപ്തിൻ്റെ ഭാഗം, യോർദാൻ്റെ ഭാഗം, പിന്നെ അങ്ങനെയുള്ള പ്രദേശങ്ങൾ കൂടി ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതിയുടെ ഭാഗമാണിത്. അതായത് ഈ ഇസ്രായേലിൻ്റെ അവിടുത്തെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചെടുത്ത, മാനുഫാക്ചർ ചെയ്ത ഒരു ഹിഡൻ അജണ്ടയാണ് വാസ്തവത്തിൽ ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളത്. വാസ്തവത്തിൽ ഇത് ഈ പശ്ചിമേഷ്യയിൽ പുതിയ പശ്ചിമേഷ്യ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും സൃഷ്ടിച്ചെടുത്തതാണ്. നമുക്കിപ്പോൾ പറയാമല്ലോ, ആർക്കെങ്കിലും ഈ ഒരു ഇൻ്റർനാഷണൽ ഏജൻസിക്കും ഇതുവരെ ഇവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതിനകത്ത് രസകരമായ വസ്തുതയുണ്ട്. ഈ ഇറാൻ ആണവായുധം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ ആ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് അധികാരമുണ്ടോ? ധാർമ്മികമായ അധികാരമുണ്ടോ? രാഷ്ട്രീയമായ അധികാരമുണ്ടോ? രാഷ്ട്രീയമായ അധികാരമില്ല എന്ന് നമുക്കറിയാം. ഒരു ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗമായ ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെതിരെ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എന്ന് മാത്രമല്ല, ഇന്റർനാഷണൽ ഏജൻസിയാണ് തീരുമാനം എടുക്കേണ്ടത് ആക്രമിക്കാൻ വേണ്ടത്. ധാർമ്മികമായിട്ടുണ്ടോ? നമ്മൾ നോക്കൂ, 1948 മുതൽ ആണവ പദ്ധതി പിന്തുടരുന്ന രാജ്യമാണ് ഇസ്രായേൽ. അങ്ങനെ പിന്തുടർന്നുകൊണ്ട് ഈ ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടി അവർ പിന്നെ സജ്ജീകരണമെല്ലാം ഉണ്ടാക്കി. 1967 അവർ ആണവായുധം ഉണ്ടാക്കി. ആണവായുധം 1967 ഉണ്ടാക്കിയപ്പോൾ അമേരിക്ക അത് തിരിച്ചറിഞ്ഞു. അമേരിക്കയ്ക്ക് മനസ്സിലായി അവരുടെ കയ്യിൽ ബോംബുണ്ടെന്ന്. ബോംബ് ടെസ്റ്റ് ചെയ്തില്ല. ബോംബ് 1979 സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് ടെസ്റ്റ് ചെയ്തത്. പോട്ടെ. അപ്പോൾ 1967 ആണവായുധം കൈവശം വെച്ചിരിക്കുന്നു എന്നറിയുന്ന അമേരിക്ക എന്താ ചെയ്തത്? 1968 നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി ഉണ്ടാക്കി. എന്താണ്? ആണവ നിർവ്യാപന കരാർ ഉണ്ടാക്കിയപ്പോൾ ഇസ്രായേൽ ഒപ്പിട്ടോ? ഇസ്രായേൽ ഒപ്പിട്ടില്ല. കാരണം എന്താ? ഇസ്രായേലിൻ്റെ കയ്യിൽ ബോംബുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിൽ ബോംബുണ്ട് എന്ന് അറിയാവുന്ന അമേരിക്ക എന്ത് ചെയ്തു? ഇറാനെ കൊണ്ട്, സൗദി അറേബ്യയെ കൊണ്ട്, പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചു. ഈ രാജ്യങ്ങൾക്ക് ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് അറിയാമായിരുന്നെങ്കിൽ ഒരു രാജ്യം പോലും പശ്ചിമേഷ്യയിലുള്ള രാജ്യങ്ങൾ ഒപ്പിടുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഒരു ഉണ്ടാക്കി വെച്ച ഒരു എന്താണ് ഇറ്റ്സ് എ ഫ്രോഡാണ് വാസ്തവത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങളെ ചതിക്കായിരുന്നില്ല ഇത്. അപ്പോൾ അങ്ങനെ ആണവായുധം ഉണ്ടെങ്കിലും ഇതുവരെ അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാത്ത രാജ്യം, അതിനുള്ള ആർജവം കാണിക്കാത്ത രാജ്യം, മോർദെക്കായ് വനൂനു എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ആണവ പദ്ധതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, സാങ്കേതികജ്ഞൻ 1996 പുറത്തു വന്ന് പറഞ്ഞു, ലോകത്തോട് വിളിച്ച് പറഞ്ഞു ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ലോകം തിരിച്ചറിയുന്നത് ഇവരുടെ ആണവായുധമുണ്ടെന്ന്. അങ്ങനെ ആണവായുധം അനധികൃതമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാജ്യം ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് വേറൊരു രാജ്യത്തിന് പേരിൽ ആക്രമിക്കാൻ എന്താ അവകാശമുള്ളത്? അപ്പോൾ ഇതെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതല്ല ഇതിൻ്റെ കാര്യം. ഇത് അമേരിക്കയുടെ ഒരു പദ്ധതിയുണ്ട്. ആ അമേരിക്കയുടെ പദ്ധതിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്രായേൽ
ഇസ് ആൻ അമേരിക്കൻ പ്രോക്സി. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു രാജ്യം മാത്രമാണ് ഇസ്രായേൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ ആക്രമണം. അതുകൊണ്ടാണ് അവർക്കൊന്നും നേടാതെ പിന്മാറേണ്ടി വന്നത്. കാരണം നേടാൻ എന്തെങ്കിലും കോൺക്രീറ്റ് ഉണ്ടല്ലോ, ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അല്ല, അവിടെ ആപ്പോൾ നോക്കുമ്പോൾ പ്രൊഫസർ ജോസഫ് ആന്റണി നോക്കുമ്പോൾ 2001 കാര്യം താങ്കൾ പറഞ്ഞു, 2003 കാര്യം താങ്കൾ പറഞ്ഞു. അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് ആരോപിച്ച് അവർ ഇറാഖ് ആക്രമിച്ചു. അവിടെ ഒരു റഷീം ചേഞ്ച് ഉണ്ടാക്കി, സദ്ദാം ഹുസൈനെ മാറ്റി, പുതിയ ഭരണകൂടം വന്നു. ഇതൊക്കെ സാധിച്ചു. പക്ഷെ ഇപ്പോൾ അത് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ചെയ്ത കാര്യം ഞാൻ ചോദിച്ചു, എന്താണ് ഇസ്രായേൽ അച്ചീവ് ചെയ്തത് ഈ 12 ദിവസമായുള്ള അറ്റാക്ക് കൊണ്ടെന്ന് ചോദിച്ചു. അതേപോലെ തന്നെ എന്താണ് ട്രംപ് അച്ചീവ് ചെയ്തത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഒബാമയുടെ കാലത്തെ JCPOAയിൽ നിന്ന് ട്രംപാണ് ഏകപക്ഷീയമായി പിന്മാറിയത്. ആ പിന്മാറ്റത്തിന് ശേഷമാണ് ഈ സമ്പുഷ്ടീകരണ ലെവലും അതുപോലെ തന്നെ അതിന്റെ എമൗണ്ടും രണ്ടും ഇറാൻ കൂട്ടിയത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ന ലെവലിലേക്ക് ഇറാൻ എത്തുന്നത് ഈ പറഞ്ഞ കരാറിൽ നിന്നുള്ള പിന്മാറ്റത്തിന്റെ ബാക്കി പത്രം എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ആക്രമിപ്പിക്കുന്നു. ഇനി അമേരിക്കയുടെ തന്നെ B2 ബോംബറുകൾ ഫോർദോയും നദാൻസും അടക്കം ബോംബ് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് സീസ് ഫയർ എന്ന് പറയുമ്പോൾ അമേരിക്ക ഇതുകൊണ്ട് എന്ത് നേടി? ഇതിൻ്റെ അതാണ് വളരെ രസകരമായ കാര്യം. ഇപ്പോൾ നടന്ന ഈ 12 ദിവസം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ കാരണക്കാരൻ ട്രംപാണ്. ഇവിടെ അഭിലാഷം സൂചിപ്പിച്ച പോലെ 2015 ഒബാമ 2 വർഷം നീണ്ടുനിന്ന ചർച്ചകളിലൂടെയാണ് ഒബാമയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന്, യൂറോപ്പിൽ നിന്ന് പഞ്ചമഹാശക്തികൾ പ്ലസ് ജർമ്മനി, ഈ 5-6 രാജ്യങ്ങൾ കൂടി ചേർന്നാണ് ഈ JCPOA ഉണ്ടാക്കുന്നത്. ആ JCPOA ഉണ്ടാക്കി 2017 ഇദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കരാർ അംഗീകരിക്കുന്നില്ല, കാരണം ഇത് ഒബാമ ഉണ്ടാക്കിയ കരാറാണ്. അപ്പോൾ അങ്ങനെ ഒബാമ ഉണ്ടാക്കിയതാണ് ഈ കരാർ എന്നുള്ളതുകൊണ്ട് 2018 അദ്ദേഹം പിന്മാറാൻ തുടങ്ങിയപ്പോൾ ഇന്ന് ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പ്രശംസിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഇൻഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ വാസ്തവത്തിൽ ഈ ട്രംപിൻ്റെ കാല് പിടിച്ചു എന്ന് തന്നെ പറയാം. ഇതൊരു കാരണവശാലും നിങ്ങൾ പിന്മാറരുത്. കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇറാനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്ന ഒരു കരാറാണിത്. ആ 2015 കരാറിന് ശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ടും അന്തർദേശീയ സമൂഹവുമായിട്ടും സഹകരിക്കാൻ തയ്യാറാണ്. ആ 2015 മുതൽ 18 വരെ അവർ സഹകരിച്ചു. എന്നിട്ട് എന്താണ് നമ്മൾ പറയുന്നത്, ഇസ്രായേൽ ലോബിയുടെ താല്പര്യത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ യാറദ് കുഷ്നർ എന്ന് പറയുന്ന യഹൂദൻ്റെ സമ്മർദ്ദ ഫലമായിട്ട് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് അദ്ദേഹം ഈ കരാറിൽ നിന്ന് മാറിയത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ അതായത് ഞാൻ ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ട്രംപാണ് വാസ്തവത്തിൽ ഇന്ന് ഈ 2025 ജൂൺ മാസം 13-ാം തീയതി ഈ ആക്രമണം തുടങ്ങി വെച്ചത്. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. എന്ന് മാത്രമാണ് ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന ആരാണ്? അയൺ ഡോം എന്ന് പറയുന്ന പദ്ധതി $3 ബില്യൺ 300 ബില്യൺ ഡോളറിൻ്റെ പദ്ധതിയാണ്. അതിന് സാമ്പത്തിക സഹായം കൊടുത്ത മുഴുവൻ അമേരിക്കയാണ്. എല്ലാ വർഷവും ഈ ഇസ്രായേലിന് സാമ്പത്തിക സഹായം ഗ്രാൻഡായിട്ട് നൽകുന്നത് പിന്നെ അമേരിക്കയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലെല്ലാം ഈ സഹായിക്കുന്നവരാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നെതന്യാഹു എന്ന് പറയുന്ന ആ ഭരണാധികാരി ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞു, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പറഞ്ഞു, ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞു, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു, അതായത് വംശഹത്യയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഈ ലോകത്തെയും മനുഷ്യാവകാശത്തെയും ജനാധിപത്യത്തെയും കുറിച്ച് പെരുമ്പറയടിക്കുന്ന രാജ്യമാണല്ലോ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അങ്ങനെയുള്ള രാജ്യങ്ങൾ ഈ പറയുന്ന, അതായത് ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട ആളുകളുടെ വെടിവെച്ച് കൊല്ലുന്ന ക്രൂരമായ ഒരു ഭരണാധികാരിയാണ് ഈ നെതന്യാഹു. ഇതൊന്നും കാണാതെ ഈ ലോക സമാധാനം, എനിക്ക് സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കരാറുണ്ടാക്കുക, കരാർ മിനിറ്റുകൾക്കകം പൊളിഞ്ഞു പോവുക, ഇങ്ങനെ നടക്കുന്നതാണോ വേണ്ടത്? വാസ്തവത്തിൽ വേണ്ടത് ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് ഇതുവരെ ആണവായുധം ഉണ്ടാക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം എത്രയും വേഗം ആണവായുധം ഉണ്ടാക്കണമെന്നാണ്. അവർ മാത്രമല്ല, അവർ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ വടക്കൻ കൊറിയ നോക്കൂ. വടക്കൻ കൊറിയയിൽ പോയി സമാധാന ചർച്ചയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റുമാരാണ് പോകുന്നത്. ട്രംപ് വരെ പോയി. എന്തുകൊണ്ട് പോയി? അമേരിക്കയുടെ വടക്കൻ കൊറിയയുടെ കയ്യിൽ ആണവ ബോംബ് ഉള്ളതുകൊണ്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ആണവ ബോംബ് എത്രയും ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, ഈ ആക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകാമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഉൾപ്പെടെ മറ്റ് പല രാജ്യങ്ങളും എത്രയും വേഗം ആണവായുധം ഉണ്ടാക്കുന്നതിലേക്ക് പോകും. ലോകം ആണവായുധം ഉണ്ടാക്കരുത്, ന്യൂക്ലിയർ ഡിസാർമമെന്റ് ഉണ്ടാവണമെന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി നടത്തിയ ഈ ആക്രമണത്തിന്റെ ഫലമായിട്ട് ഇറാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ആണവ ബോംബ് ഉണ്ടാക്കുന്നതിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതൊരു പ്രധാനപ്പെട്ട പ്രത്യാഘാതമാണ്. പക്ഷേ ഐസക് ജോൺ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഭരണകൂടങ്ങൾക്ക് അമേരിക്കയുമായി അടുത്ത ബന്ധമുണ്ട്. 19 ബേസുകൾ അമേരിക്കയുടേതായി മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിലായി ഉണ്ട്. 40,000 അമേരിക്കൻ സൈനികരുണ്ട്. ഭരണകൂടങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് എങ്കിൽ പോലും
അവിടുത്തെ ജനങ്ങൾക്ക്, അറബ് ജനതയ്ക്ക് പലസ്തീൻ കോസിനോട് ആഭിമുഖ്യമുണ്ട്, ഇപ്പോൾ ഇറാനോടുള്ള ആഭിമുഖ്യവും ആ ജനതയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഈ ഭരണകൂടങ്ങളെ സംബന്ധിച്ച് ഈ യുദ്ധം നീണ്ടുപോകുന്നതും അവിടെ വലിയൊരു സ്ട്രൈക്ക് ഉണ്ടാകുന്നതും ഒക്കെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ ഖത്തർ തന്നെ പല തരത്തിൽ മീഡിയേഷൻസ് നടത്തിയിട്ടുണ്ട്, ഒമാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള ഈ അവസ്ഥ ഒന്ന് അവസാനിപ്പിക്കാൻ എന്താണ് മിഡിൽ ഈസ്റ്റിലെ ഭരണകൂടങ്ങൾ ചെയ്യുന്നത്? അവരെന്ത് ശ്രമമാണ് നടത്തുന്നത്? ഇതിനകത്ത് കൂടുതൽ ഈ ഒരു മീഡിയേറ്റർ റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒമാനും ഖത്തറുമാണ്. അപ്പോൾ അവരവരുടേതായ രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ എല്ലാ രാജ്യങ്ങളെയും നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള ഇവിടുത്തെയുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പലതും ഈ ഇപ്പം നേരത്തെ എന്നോടുള്ള പാനലിസ്റ്റുകൾ സംസാരിച്ച അത് മാത്രമാകുന്നില്ല. കാരണം ഇവിടെയുള്ള അറബ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് GCCയിലെ പല രാജ്യങ്ങൾക്കും ഇസ്രായേലിൻ്റെ സഹായം ഡിസ്ക്രീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തെയൊക്കെ, കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയോഗി, അവരുടെ ഒരു നൈറ്റ് മെയർ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഇസ്രായേലല്ല. അവരുടെ പ്രതിയോഗി, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അത് ഇറാനാണ്. കഴിഞ്ഞ 45 വർഷമായിട്ട് അതിൽ ഇറാഖ് വാർ 8 വർഷം നടന്നതിനൊഴിച്ച് അതിനുശേഷം ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഈ റീജിയനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമം പല രീതിയിൽ എവിടെയുണ്ടോ അവിടെയൊക്കെ പോയി അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൂത്തീസിനെ വെച്ചുകൊണ്ട് സൗദി അറേബ്യ അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം ഇവിടെ ഒരു ന്യായീകരണവും അതിനില്ല. അവരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് ഇറാൻ്റെ അതിന് ശക്തി ക്ഷയിപ്പിക്കുകയും അവരൊരു ഭീഷണിയെ അല്ലാതാക്കി മാറ്റുക എന്നുള്ള അവരുടെ ആഗ്രഹമാണ്. അതിനുള്ള ഒരു ഒത്താശയെ അവരെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്, ചില രാജ്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള പോക്കിൽ ഇപ്പോൾ ഇറാൻ്റെ ഈ സീസ്ഫയർ അമേരിക്ക പിന്മാറിയതോടുകൂടി ഈ രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ്റെ ശ്രദ്ധ മാറും, ആക്രമിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു നാടകമായിരുന്നു. കാരണം ട്രംപിനെ നേരത്തെ അറിയിച്ചു. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, ഇറാന് നന്ദി പറഞ്ഞു, നിങ്ങൾ വളരെ നല്ലവരായി പോയി, നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ആൾനാശം ഉണ്ടാക്കാത്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരെല്ലാം കൂടെ കൂടിയാലോചിച്ചൊരു തിരക്കഥയാണ്, മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അത് ചെയ്തു. ഇനി അവശേഷിച്ച ഇറാൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ മാറ്റിയെടുക്കാനായിട്ട് ഇസ്രായേൽ വേണമെങ്കിൽ വീണ്ടും ഈ ട്രൂസ് ലംഘിക്കും, ഇറാനും ലംഘിക്കും, അവർ പരസ്പരം അടിക്കും. എങ്കിലും എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, ഇവിടുത്തെ ഗൾഫിലെ എയർ സ്പേസ് ഇന്നലെ അതെല്ലാം കുറച്ച് ക്ലോസ് ചെയ്തു. ഇനി അത് വീണ്ടും ഓപ്പണായി. ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്ത് പിന്നെ അമേരിക്ക ഇടപെടാത്തോളം കാലം, നേരിട്ട് ഇടപെടാത്തോളം കാലം ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ സുരക്ഷയായിട്ടിരിക്കും. ഇറാനിൽ നിന്നുള്ള ത്രെറ്റ് എന്നാലും ഉടനെയുള്ള വലിയ ഭീഷണി ഒന്നും അവർക്ക് നേരിടേണ്ടി വരുന്നില്ല. കാരണം അവരുടെ ഒരുപാട് പ്രഹരശേഷി തകർക്കുവാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലിന് വലുതായിട്ടുള്ള കൊളാറ്ററൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശക്തമായ തിരിച്ചടി അവർ നേരിട്ടിട്ടുണ്ട്. രണ്ടു കൂട്ടരും ഇതേപോലെയുള്ള വാർ ഓഫ് അട്രീഷൻ, പണ്ട് ഇറാനും ഇറാഖും തമ്മിലുള്ള വാർ നിന്ന പോലെ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഒരു കംപ്ലീറ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് വരാൻ കഴിയില്ല. ഇവിടെ എനിക്ക് മുമ്പേ ഉള്ള അദ്ദേഹം പറഞ്ഞത്, ഇറാന്റെ കയ്യിൽ അണുവായുധം ഉണ്ടെന്ന് പറഞ്ഞില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത് അണുവായുധത്തിലേക്ക് അത് അവരുടെ എൻറിച്ച്മെന്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 60% കഴിഞ്ഞു. ഇനി ഒരു 30% വളരെ വേഗത്തിൽ മാസങ്ങൾക്ക് അവർക്ക് കൈകരിക്കാൻ കഴിയും. 90% ഉണ്ടെങ്കിലേ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉണ്ടാകത്തുള്ളൂ. അതിനെ തടയിടാനായിട്ടാണ് ഇത്രയും അർജന്റായിട്ട് അമേരിക്ക ഇടപെട്ടത്. സ്ട്രൈക്ക് എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. ആ ഒരു അപകടം ഒഴിവാക്കാനുള്ള മുൻകൂട്ടിയുള്ള ആക്രമണം എന്ന് ഞാൻ വരാം. ശ്രീ രാജീവ് ശ്രീനിവാസൻ, ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ 2 കൊല്ലമായി നടക്കുന്ന കാര്യങ്ങൾ, ഒക്ടോബർ 7 ശേഷം നടക്കുന്ന കാര്യങ്ങൾ. പേർഷ്യൻ ഒക്ടോപ്പസ് എന്നാണ് ഇറാൻ അറിയപ്പെടുന്നത്. ഇറാന്റെ ഈ ഒക്ടോപ്പസിന്റെ കൈകളായി അറിയപ്പെടുന്ന ഹമാസിനെ, ഹിസ്ബുള്ളയെ ഒക്കെ ഏറെക്കുറെ നാമാവശേഷമാക്കാൻ ഇറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് അതിന്റെ നേതാക്കളെ കൊല്ലാനെങ്കിലും സാധിച്ചിട്ടുണ്ട്. ഹസൻ നസറലയെ കൊന്നു, അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയെയും യഹിയ സിൻവറിനെയും കൊലപ്പെടുത്തി. അതിനുശേഷം നമുക്കറിയാം സിറിയയിൽ ഒരു ഭരണമാറ്റം വന്നു. ഇറാൻ അനുകൂല ഭരണകൂടം, അവിടുത്തെ അസദിന്റെ ഭരണകൂടം തകർന്നു, പുതിയ ഭരണകൂടം അവിടെ വരികയുണ്ടായി. ഹൂത്തികൾ മാത്രമാണ് ഇപ്പോഴും കാര്യമായ പരിക്കില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നീരാളിയുടെ കരങ്ങളെല്ലാം ഛേദിച്ച് ഇനി ഇറാനെ നേരിട്ടടിക്കുക എന്നൊരു പ്ലാനിലേക്ക് പോകുമ്പോൾ അതിനും മാത്രം ശക്തി, അല്ലെങ്കിൽ അതിന് സമ്പൂർണ്ണമായും കേപ്പബിൾ ആണോ എന്നൊരു ചിന്ത ഇസ്രായേലിന് ഒരു ഘട്ടത്തിലും തോന്നിയിരുന്നില്ലേ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്, പണ്ട് ബ്രിട്ടീഷുകാര് ആ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കിയ അനാവശ്യങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴും അവരെ തമ്മിലടിപ്പിക്കുന്നത് ഒരു വശത്ത്. മറുവശത്ത് ട്രംപിനെ പറ്റിയുള്ള ഒരു നല്ല അഭിപ്രായം പലർക്കും ഉണ്ടായിരുന്നത്, ട്രംപ് യുദ്ധത്തിന് പോവുകയില്ല. കാരണം കഴിഞ്ഞ 30 മറ്റോ വർഷങ്ങളായിട്ട് എല്ലാ അമേരിക്കൻ വോട്ടേഴ്സ്, പ്രസിഡന്റ്സ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എല്ലാവരും യുദ്ധത്തിന് പോയിട്ടുണ്ട്.
ട്രംപ് മാത്രം പോയിട്ടില്ല എന്നുള്ള ഒരു നല്ല കാര്യം ട്രംപിനെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ട്രംപും അതിലേക്ക് പോയി. ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഡീപ് സ്റ്റേറ്റ്, അതായത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ മാത്രമല്ല ബ്രിട്ടന്റെയും ഡീപ് സ്റ്റേറ്റ്, ഇവര് ബ്രിട്ടീഷ് വൈറ്റ് ഹാളും പിന്നെ ഫോഗി ബോട്ടം, അമേരിക്കയിലെ ഫോഗി ബോട്ടം, ഇവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളിയുണ്ടാണ്. അതാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ പ്രധാന ഫോറിൻ പോളിസി. അപ്പൊ ആ ഫോറിൻ പോളിസി എന്താണ്? മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ സഹായിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് കണ്ടിന്യൂസ് വാർ വേണം. അത് ഒരിക്കലും നിൽക്കാൻ പാടില്ല. നിന്ന് പോയാൽ അവരുടെ പ്രധാനപ്പെട്ട വരവ് കുറയും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്റെ വിശ്വാസം ഇപ്പൊ പറ്റിയിരിക്കുന്നത് ട്രംപിനെ ആ ഡീപ് സ്റ്റേറ്റ് കയ്യിലെടുത്തു. ആദ്യം അവർക്കെതിരായിട്ടാണ് ട്രംപ് ക്യാമ്പയിൻ ചെയ്തതും ട്രംപ് പ്രസിഡന്റ് ആയതും. പക്ഷെ ഇപ്പോൾ അതിന്റെ റിയാലിറ്റി ഓൺ ദ ഗ്രൗണ്ട് മനസ്സിലാകുമ്പോഴത്തേക്ക് അമേരിക്കയെ നയിച്ചുകൊണ്ട് പോകുന്നത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറിങ് കേപ്പബിലിറ്റിയും ഒരു പിന്നെ കാരണം അവരുടെ മറ്റ് സിവിലിയൻ മാനുഫാക്ചറിങ് എല്ലാം പോയി. മാനുഫാക്ചറിങ് ഇസ് ഗോൺ ടു ചൈന. പക്ഷെ മിലിറ്ററി കേപ്പബിലിറ്റി ഇപ്പോഴുണ്ട്. എത്ര നാളത്തേക്ക് അത് ഉണ്ടാവും എന്നറിയില്ല. കാരണം സിവിലിയൻ മാനുഫാക്ചറിങ് പോകുമ്പോഴത്തേക്ക് മറ്റതും പോകും. അപ്പൊ ഇപ്പോൾ അവർ ചെയ്യുന്നത് ഈ കാണുന്ന ഈ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു, ഐ കോൾ ഇറ്റ് എ ഷാഡോ വാർ, നിഴൽ യുദ്ധം കുറെ കാണിക്കുന്നത് ആ ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണെന്ന് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതിൽ നിന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട വേറെ ഒരു ലാർജർ പോയിന്റ് ഉള്ളത്, എന്താണ് മറ്റുള്ളവർ ഇതിൽ നിന്ന് ഒരു ലെസൺ ആയിട്ട് എടുക്കേണ്ടത്. എന്റെ വിശ്വാസം ട്രാൻസാക്ഷണൽ ഡീൽസ് മാത്രമേ പറ്റുള്ളൂ. അതായത് ഈ മേജർ ശക്തികൾ, അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും, അവരുമായിട്ടൊക്കെ നമ്മൾ അലയൻസ് എന്നോ പാർട്ട്ണർ എന്നോ മറ്റോ പറഞ്ഞിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഓരോന്നിനും ട്രാൻസാക്ഷൻ ആയിട്ടുള്ള ആ സമയത്തുള്ള ഒരു അപ്രോച്ച് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യ ആണെങ്കിൽ ഇസ്രയേലുമായിട്ട് കുറച്ച് നാളായിട്ട് ട്രാൻസാക്ഷണൽ ഡീലിങ്സ് ഉണ്ട്, വെപ്പൺസ് വാങ്ങുന്നുണ്ട്, അവരുടെ ചില ഡ്രോൺസും മറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദാറ്റ് കൻ കണ്ടിന്യൂ. അതുപോലെ തന്നെ ഇറാനുമായിട്ട് ഇന്ത്യക്ക് ബന്ധമുണ്ട്. ആ ചാബഹാർ പോർട്ട് എന്തിനാണ് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തിട്ട് ആ നോർത്ത് സൗത്ത് കോറിഡോറിലേക്ക് പോകാൻ, വിച്ച് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അപ്പോൾ ഇനിയിപ്പം മൂന്നാമതായിട്ടൊരു കാര്യം നോക്കുകയാണെങ്കിൽ ചൈനയുടെ സിറ്റുവേഷൻ. ഈ യുദ്ധത്തിൽ നിന്ന് ആരെങ്കിലും ജയിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അത് ചൈനയാണ്. കാരണം അമേരിക്ക ഇവിടെ ഇതിനകത്ത് ഇഫ് ദേ ഗെറ്റ് എംബ്രോയിൽഡ് ഇൻ ഇറ്റ്, അവരുടെ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി ഇസ് നോട്ട് ഗുഡ് ഇനഫ് ടു മാനേജ് മൾട്ടിപ്പിൾ വാർസ്. അവർക്ക് യുക്രൈനെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഈ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാനും എല്ലാം കൂടെ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അത് കാരണം എൻ്റെ ഒരു ബലമായ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഈ തക്കം നോക്കി ചൈന തായ്വാനെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഇന്ത്യ എന്താണ്, ഭാരതത്തിന് എന്താണ് ഇതിൽ നിന്നുള്ള റോള്? ഭാരതം മാക്സിമം ഇതിൽ നിന്നൊക്കെ കുറച്ച് ഒഴിഞ്ഞു മാറി നിന്നിട്ട് ഇറാനും ഇസ്രായേലും അവരുടെ രണ്ടുപേരും യുദ്ധത്തിന് പോകാതിരിക്കുന്നത് നന്നായിരുന്നേനെ. യുദ്ധത്തിന് പോയത് വളരെ കഷ്ടമായി പോയി. പക്ഷെ ഇനിയിപ്പോ അവര് സീസ് ഫയറിന് പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാതെ ഇരിക്കണം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ജിയോ പൊളിറ്റിക്കലി സ്പീക്കിംഗ് ഇതിൽ നമുക്ക് കുറെ ലെസൺസ് ഉള്ളത്. ഡു നോട്ട് ഗെറ്റ് ഇൻവോൾവ് in these things to any more than absolutely necessary. Yes, okay. ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഖത്തർ വളരെ സ്ട്രോങ് ആയിട്ട് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അവരുടെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഇത് ഞങ്ങളുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയെ മാനിക്കാതെ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്, ഞങ്ങളുടെ സോവറിനിറ്റി മാനിക്കാതെയുള്ള പ്രവർത്തനമാണ്. ഇത് ആവർത്തിച്ചാൽ കടുത്ത പ്രത്യാഘാതം എന്ന മുന്നറിയിപ്പ് ഖത്തർ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പലസ്തീനിയൻ കോസിന് വേണ്ടി നിൽക്കുന്ന ചുരുക്കൻ രാഷ്ട്രങ്ങളിലൊന്നാണ് ഇറാൻ. മിഡിൽ ഈസ്റ്റിലെ കിങ്ഡംസ് ഒന്നും അവരുടെ ആ ഭരണകൂടങ്ങളുടെ അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലുമായി മികച്ച ബന്ധം ഇതിനോടകം തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. അബ്രഹാം അക്കോർഡ് വഴി പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ പൂർണ്ണ നയതന്ത്ര ബന്ധുക്കളായി മാറുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇസ്ലാമിക ലോകത്തെ യുദ്ധം കഴിഞ്ഞാൽ ഇറാന് വലിയ ആക്സെപ്റ്റബിലിറ്റി ഉണ്ടാവുമോ എന്ന് തോന്നുന്നു? അല്ല, ആദ്യം തന്നെ ഞാൻ പ്രൊഫസർ ജോസഫ് ആൻ്റണിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിൻ്റെ ചരിത്രം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതേമാതിരി മറ്റ് പാനലുകൾ പറഞ്ഞതിനോടൊക്കെ ഒട്ടുമുക്കാൽ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ താങ്കളുടെ ചോദ്യത്തിന്, ഇന്നലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് യൂണിറ്റി OIC എന്ന് പറഞ്ഞാണ് ഇസ്ലാമിക് കൺട്രീസ്, അവർ ചേർന്നു. അവരൊന്നടക്കം അപലപിച്ചു. അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നേ, അതൊക്കെ ഇവർ അപലപിക്കും.
ഇപ്പോൾ ഇവരെല്ലാവരും നമുക്കൊരു വലിയൊരു പ്രയാസമുണ്ട്. ഞാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രയാസം ഈ കേരളത്തിലിരുന്നിട്ട് ഞാൻ പറയണം, എനിക്കോ അഭിലാഷിനോ അങ്ങനെയൊന്നും നമുക്ക് GCC അപലപിക്കാൻ പറ്റൂല. കാരണം നമ്മളുടെ ട്രേഡും നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസും ഒക്കെ ഇറാനിലുമല്ല, ഇറാഖിലുമല്ല, ഇസ്രായേലിലുമല്ല. കുറേ ആൾക്കാർ വെറുതെ ഇരുന്ന് പറയുന്നുണ്ട് ഇസ്രായേലായിട്ട് നമുക്ക് അങ്ങനെ ബന്ധമുണ്ട്, ഇങ്ങനെ ബന്ധമുണ്ട്, ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ആംസ് വരണ്ട. അതൊക്കെ ചെറിയ മെഷീൻ ഗണ്ണും മറ്റുള്ളതൊക്കെയാണ്, അല്ലാതെ മറ്റേ ജെറ്റ് പ്ലെയിനുകളോ റോക്കറ്റുകളോ ഒന്നും അല്ലാതെ വരുന്നത്. സ്മോൾ ആംസ്, മനസ്സിലായില്ല, അത് എത്ര സ്മോൾ എന്ന് പറഞ്ഞാൽ തോക്കുന്നല്ലേ. അപ്പോൾ അത് ആ GCC രാജ്യങ്ങൾ, അതുകൊണ്ടാണ് ഇവിടെ വലുതായിട്ട് അതിന് പ്രത്യാഘാതങ്ങൾ ഇല്ലാതിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലൊന്നും കാര്യമായിട്ട് നമ്മുടെ ഇതിൽ പരിശോധിച്ചാൽ കാണാമെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യണത് കാണാം. അതായത് ഇറാന മറ്റുള്ള ആരും മിണ്ടാതിരിക്കുന്നതിനൊക്കെയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവരായിട്ടുള്ള കാലം. അപ്പം നമുക്ക് നമ്മുടെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ കാര്യം നോക്കണം. അപ്പം നമ്മുടെ കാര്യവും ബന്ധവും ഇവരായിട്ടാണ് ഇരിക്കുന്നത്, ഗൾഫ് കൺട്രീസ്. അപ്പോൾ അവരെങ്ങോട്ടൊക്കെ ചലിക്കുന്നു. മുമ്പൊരു കാലഘട്ടത്തിൽ ഈ എല്ലാ ഗൾഫ് കൺട്രീസും, ഓഫ് കോഴ്സ് ഈ ചെറിയ GCC ഉണ്ടായിരുന്നില്ല, അറബ് രാഷ്ട്രങ്ങളെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസം ശക്തമായിരുന്നു. ഇന്നിപ്പോൾ യൂറോ കമ്മ്യൂണിസ്റ്റിൻ്റെയും സോവിയറ്റ് യൂണിയൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെയും അതിൻ്റെ പരാജയത്തിന് ശേഷം നമ്മൾ കുറച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കണം അമേരിക്കയുടെ കീഴിൽ. ഇപ്പം നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ ഖത്തറിൽ ഇത്രയും വലിയ ഒരു നാവിക ഇതുണ്ടാക്കിയെന്ന്, ബേസ് ഉണ്ടാക്കിയെന്ന്. അതേമാതിരി മറ്റെല്ലാ രാജ്യങ്ങളിലും 13-14 ബേസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. ഒരു കാലത്ത് ഒരു ബേസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഡിയോഗോ ഗാർസിയയിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ബഹളമായിരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ളൊരു വിശേഷം വന്നത്. പക്ഷേ ഇതിന് വേറൊരു മറുവശമുണ്ട്. എന്താണെന്നറിയോ, ഈ രാജ്യങ്ങളിൽ അധികമൊന്നും ഒരു ജനാധിപത്യ രീതിയിലുള്ള രാജ്യങ്ങളല്ല, മനസ്സിലായില്ലേ. അപ്പോൾ അവിടുത്തെ ജനവികാരം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആ ജനവികാരം ഏതായാലും ഇപ്പോൾ ഇറാൻ അനുകൂലമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവരും കച്ചവടക്കാർ തന്നെയാണ്, അവിടുത്തെ ജനങ്ങളും കച്ചവടക്കാർ തന്നെയാണ്. അപ്പോൾ അവരൊന്നും അതിൽ കാര്യമായിട്ട് ഇനി പിന്നെ നേരത്തെ നമ്മുടെ മാധ്യമ വിദഗ്ധൻ പറഞ്ഞ മാതിരി, നമ്മുടെ വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞ മാതിരി തന്നെ ചൈനക്ക് വലിയ വിജയമുണ്ടെന്നേ. ചൈന വിജയമുണ്ട്. ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ, മനസ്സിലായില്ലേ, ഒരു റഫാലയുടെ 30% കോസ്റ്റുള്ളൂ ഒരു J-10 ഒരു JF-17, അതായത് ജോയിൻറ്റ് ഫൈറ്റർ 17. ഇനി JF-20, JF അതിന് അപ്പുറത്തുള്ളത് സ്റ്റെൽത്ത്, അതൊക്കെ അവരുണ്ടാക്കാൻ പോകണം പാകിസ്ഥാനിൽ ഇത് വെച്ചിട്ട്, മനസ്സിലായില്ലേ, മറ്റേ അവിടെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഇടപാടുണ്ടാക്കുകയാണ്. അതേ പരിപാടി തന്നെ ഇവർ ഇവിടെ തുടങ്ങും. ചൈന ഹാസ് ലാൻഡഡ്, മനസ്സിലായില്ലേ. നമ്മൾ ആദ്യം വിചാരിച്ചത് ചൈനക്കാരെന്ത് ചെയ്യാനാണ്, അവരൊരു വിമാനവും ഇല്ല, ഒരു കുന്തമില്ലാണ്. അപ്പോൾ ഈ റോക്കറ്റുകളൊക്കെ വന്നതിൻ്റെ റോക്കറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ ഒരു എക്സ്പേർട്ടുകളായി മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണുന്നത് ഇറാൻ ഇതോടെ ഒന്നും കീഴടങ്ങാൻ പോണില്ല. ഇറാൻ കുറച്ചും കൂടെ ശക്തമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് രാഷ്ട്രമായിട്ട് വരും. കാരണം മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മാതിരിയല്ല, അതിന് മറ്റേ ബോർഡേഴ്സ് ഇല്ല. അതിന് ചുറ്റും കിടക്കുന്ന ബോർഡേഴ്സൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെയാണ്. മറ്റത് അങ്ങനെയല്ലായിരുന്നല്ലോ. ഇസ്രായേലിന് ചുറ്റും അറബ് രാഷ്ട്രങ്ങൾക്ക് അടുത്ത് നേരെ മുന്നിൽ ഇസ്രായേൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ലോങ് ടേം സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 2000 കിലോമീറ്റർ 3000 കിലോമീറ്ററൊക്കെ ബാലിസ്റ്റിക് മിസൈലിലൊക്കെ വിടാലോ. അപ്പോൾ അത്തരത്തിലുള്ള വേറെ തരത്തിലുള്ള ഒരു യുദ്ധത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു യുദ്ധത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഇതിൽ പോയി ഇടാതിരിക്കുന്നത് നല്ലത്. വെറുതെ ഇനി ശശി തരൂരിനെ പറഞ്ഞു വിട്ടിട്ട് എന്തെങ്കിലും അയാൾ അവിടെ പോയി പറഞ്ഞ്, നേരത്തെ അമേരിക്കയിൽ പോയി പറഞ്ഞ മാതിരി എന്തെങ്കിലും അവിടെ പോയി വിടുവായത്തം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല, അത് പിന്നെ അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഇൻട്രസ്റ്റ്. ഇന്ത്യയുടെ താല്പര്യം എന്ന് പറയുന്നത് സംരക്ഷിക്കുന്നതാണ് നല്ലത്, ഇടപെടാതിരിക്കുകയാണ് നല്ലതെന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. താങ്കൾ പറഞ്ഞ ഇന്ത്യയും മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള വ്യാപാരത്തിന് കണക്കെന്തായാലുണ്ട്. ഇന്ത്യയും മിഡിൽ ഈസ്റ്റും തമ്മിൽ ഇന്ത്യയിലേക്ക് വരുന്ന മൊത്തം റെമിറ്റൻസിന്റെ 40% അവിടെ നിന്നാണ്, 54% ഓയിൽ ഇമ്പോർട്ട്സ് അവിടെ നിന്നാണ്, $170 ബില്യൺ ട്രേഡ് ഇന്ത്യയും മിഡിൽ ഈസ്റ്റും തമ്മിലുണ്ട്. അതേസമയം ഇസ്രായേലുമായിട്ട് $3.75 ബില്യൺ ട്രേഡേ ഉള്ളൂ. ഒറ്റ കാര്യം അഭിലാഷ്, ഒരു കാര്യം പെട്ടെന്ന് പറയും. ഒരൊറ്റ കാര്യം അഭിലാഷ്, ഞാൻ GCCയുടെ മെഡിക്കൽ കൺസൾട്ടൻ്റായിട്ട് 35 കൊല്ലമായിട്ട് ഇരിക്കുന്ന ആളാണ്. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ടെന്നും കോടിക്കണക്കിന് സമ്പാദ്യം കേരളത്തിലോട്ട് ഒഴുകിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് കറക്റ്റായിട്ടുള്ള കണക്കുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ആ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടാത്ത പത്രങ്ങളിലായാലും ചാനലുകളിലായാലും അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റിലായാലും വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ കൂടി ടോട്ടൽ റെമിറ്റൻസിന്റെ 40% ആ മേഖലയിൽ നിന്നാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രൊഫസർ ജോസഫ് ആന്റണി, അവസാനത്തെ ചോദ്യം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. 2017 $14 ബില്യൺ വ്യാപാരം ഇന്ത്യ ഇറാനും തമ്മിലുണ്ടായിരുന്നത് 2024 ആയപ്പോഴത്തേക്ക് $1.4 ബില്യൺ താണു. അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ആ എണ്ണ ഇറക്കുമതി കരാർ ഇന്ത്യ വിഡ്രോ ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പരമ്പരാഗത പാർട്ട്ണർമാരിൽ ഒരാളാണ് ഇറാൻ. ചബ്ഹാറിൽ ഇന്ത്യ വലിയ പോർട്ട് ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്.
വാസ്തവത്തിൽ നമ്മളിപ്പോൾ ഈ എന്താണ് ഗ്ലോബൽ ഹൈ ടേബിൾ എന്നൊക്കെ ഞങ്ങൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് പറയും. അതായത് അന്തർദേശീയ രംഗത്ത് ഏറ്റവും പ്രമുഖരായിട്ടുള്ള രാഷ്ട്രങ്ങളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഗ്ലോബൽ ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വഗുരുവാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദവിയിലെത്തി നിൽക്കുന്ന ആഗോളതലത്തിൽ വലിയ ശക്തിയാവാൻ ശ്രമിക്കുന്ന രാജ്യം ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് വാസ്തവത്തിൽ ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്താണ് ഇസ്രായേൽ, ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്താണ് ഇറാൻ. ഈ വേറൊരു കാര്യം ഇറാനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, അൺഡിവൈഡഡ് ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയുടെ അയൽ രാജ്യമായിരുന്നു ഇറാൻ. അപ്പോൾ പേർഷ്യൻ സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവുമായിട്ട് വളരെയധികം ബന്ധം ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ആ സാംസ്കാരികമായ ബന്ധം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് വളരെ അടുത്ത ബന്ധം. ഈ ആണവ പ്രശ്നം വരുന്നതിന് മുമ്പ് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് ഇറാനിൽ നിന്നാണ്. ഏറ്റവും അധികം ഉദാരമായ വ്യവസ്ഥയിൽ നമ്മുടെ ഈ ഓയിൽ റിഫൈനറികളെല്ലാം, ഇന്ത്യയിലെ ഓയിൽ റിഫൈനറികളെല്ലാം ഈ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണ റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നാൽ ഈ ആണവ പ്രശ്നം വന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പറ്റാതായത്. അപ്പോൾ എന്നിട്ടും നമ്മൾ എണ്ണ വാങ്ങിക്കാതായിട്ടും ചബഹർ പോർട്ട് പോലെയുള്ള പോർട്ട് നമ്മളായിട്ട് സഹകരിച്ച് തരാനും, എന്തിനാണ് നമ്മൾ ചബഹർ പോർട്ട് വാങ്ങിക്കുന്നത്? ചബഹർ പോർട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് ഈ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് അറബിക്കടലിലൂടെ ചബഹർ പോർട്ടിൽ ഇറാനിൽ ചെന്നിട്ട് അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ട് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപാരവും വാണിജ്യവും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മൾ പലതവണയും പിന്മാറിയിട്ടും ഇറാൻ ഇപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂടെ സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന രാജ്യമാണ്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇത് സുവർണാവസരമാക്കി കണ്ടുകൊണ്ട് ഈ ട്രംപ് സമ്മതിക്കത്തില്ല എങ്കിൽ പോലും ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരു നമ്മൾ ഈ നേതാവാണെന്ന് പറഞ്ഞിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ച നേതാവില്ല. 1950-കളിൽ ഈ ഒന്നുമല്ലാതിരുന്ന ഇന്ത്യ കൊറിയൻ പ്രശ്നം, ഇൻഡോ ചൈന പ്രശ്നം, കോങ്കോ പ്രശ്നം ഇതെല്ലാം പരിഹരിക്കുന്നതിന് മുമ്പിൽ വന്ന രാജ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഒന്നുമില്ലായിരുന്ന ഇന്ത്യ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നെങ്കിൽ ഇന്ന് വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി നിൽക്കുന്നു, വലിയ സേനയുടെ ശക്തിയായി നിൽക്കുന്നു. നമ്മൾ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ അംഗത്വം വേണമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്ന രാജ്യം ഇതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണ്ടേ? ഇതിന് ഞങ്ങൾക്ക് കഴിവുണ്ട്, അന്തർദേശീയ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള കഴിവുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു സുവർണാവസരം ഇന്ത്യക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായക്കാരുത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ആ മേഖല സമാധാനത്തിലേക്ക് കടക്കട്ടെ. അത് ആ മേഖലയുടെ മാത്രം പ്രശ്നമല്ല, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിനും ഈ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് മലയാളികളെ സംബന്ധിച്ച് സവിശേഷമായി. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.